സൂറത്ത് മറിയം അഞ്ചാം ഭാഗം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. صدق الله مولانا العلي العظيم. صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. മഹദിയായ മറിയം റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ അല്ലാഹു മഹദിയെ ഒരു ദൃഷ്ടാന്തമായി നിയോഗിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. മറിയം ബീവി ഒരു ദൃഷ്ടാന്തമാണ്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമും ഒരു ദൃഷ്ടാന്തമാണ്, ഒരു ആയത്താണ്. അള്ളാഹുവിന്റെ അപാരമായ കഴിവ് വിളിച്ചറിയിക്കുന്ന അള്ളാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ് മഹദിയായ മറിയം അലൈഹിസ്സലാം, അല്ലെങ്കിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഈസ നബി അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയാണ് മറിയം ബീവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ഈസ നബി അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗം പരിശുദ്ധമായ അൽ മസ്ജിദുൽ അഖ്സയാണ്. ഇവരൊക്കെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ വരുന്ന നബിമാരാണ്. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷം മഹാനവറുകളുടെ 2 മക്കളിലൂടെയാണ് ലോകത്ത് പ്രവാചകന്മാർ മുഴുവനും വന്നത്. അതിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അബുൽ അംബിയ, പ്രവാചകന്മാരുടെ ഉപ്പയാണ് എന്നറിയപ്പെടാൻ കാരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരേക്കും വിവിധ വഴികളിലൂടെ അംബിയാക്കന്മാർ വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷം മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ വരുന്ന അവസാനത്തെ നബിയാണ് നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഇസ്മാഈലി പരമ്പരയിൽ ഒരു നബിയെ വന്നിട്ടുള്ളൂ, ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ. അതുകൊണ്ട് ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിലൂടെ കടന്നു വന്ന ഒരു നബിയുള്ളൂ, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി അമ്പിയാക്കന്മാരെല്ലാം ഇസ്ഹാഖി പരമ്പരയിലാണ്. ഇബ്രാഹിം നബിക്ക് ശേഷം വന്ന എല്ലാ നബിമാരും, സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, അവർക്ക് മുമ്പ് മൂസ നബി അലൈഹിസ്സലാം, എല്ലാ നബിമാരും ഇസ്ഹാഖ് നബിയിലൂടെയാണ് കടന്നു വരുന്നത്.
സുലൈമാൻ നബി അലൈഹിസ്സലാം നിർമ്മിച്ച പള്ളിയാണ് പരിശുദ്ധമായ അൽ മസ്ജിദുൽ അഖ്സ എന്ന് നമ്മൾ അറിയണം. അമ്പിയാക്കന്മാരിൽ ഒരുപാട് ആളുകൾ അന്ത്യവിഷമം കൊള്ളുന്ന ഇടമാണത്. അതിന് ചുറ്റും അള്ളാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ സൂറത്തുൽ ഇസ്രായിലൂടെ അള്ളാഹു തആല പറയുന്നുമുണ്ടല്ലോ. വദ്കുർ ഫിൽ കിതാബി മറിയം, നബിയെ വിശുദ്ധ ഖുർആനിൽ മറിയം ബീവിയെ സംബന്ധിച്ച് നാം പരാമർശിക്കുകയാണ് അങ്ങേക്ക്. അത് അങ്ങ് ഓർക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇദിൻ സബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ, മറിയം അലൈഹിസ്സലാം, മറിയം ബീവി അവിടുത്തെ സമുദായത്തിൽ നിന്ന്, ആളുകളിൽ നിന്ന് മസ്ജിദുൽ അഖ്സയുടെ കിഴക്കു ഭാഗത്തേക്ക് മാറിപ്പോയ രംഗം ഓർക്കുക. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ, ആളുകൾക്കിടയിൽ നിന്നും മറിയം ബീവി അലൈഹിസ്സലാം, മറിയം ബീവി ഒരു മറ ഉണ്ടാക്കി ആളുകളിൽ നിന്നും ഒരു മറയിലായി താമസിച്ചു. ഫഅർസൽനാ ഇലൈഹാ റൂഹന, ആ സമയം നമ്മിൽ നിന്നും ഒരു ആത്മാവിനെ നാം അവരിലേക്ക് അയക്കുകയുണ്ടായി. നമ്മുടെ മലക്കിനെ, റൂഹ് എന്നതിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് അർ-റൂഹുൽ മുഖദ്ദസ്, പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുന്ന അർ-റൂഹുൽ മുഖദ്ദസ് എന്ന് അറബിയിൽ പറയുന്ന, ക്രിസ്ത്യാനികളൊക്കെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഹോളി സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ക്രിസ്ത്യാനികൾക്ക് വേറെയും വീക്ഷണങ്ങളുണ്ടതിൽ. അപ്പൊ റൂഹ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, തനസ്സലുൽ മലായികത്തു വർ-റൂഹു എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും ലൈലത്തുൽ ഖദറിൽ. പിന്നെ ആര് വരും? വർ-റൂഹു, റൂഹും വരും എന്ന് പറഞ്ഞാൽ ആരാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. റൂഹിന് എല്ലായിടത്തും ആത്മാവ് എന്നല്ല അർത്ഥം എന്ന് മനസ്സിലാക്കുക. ഫഅർസൽനാ ഇലൈഹാ റൂഹന, മഹാനായ റൂഹുൽ ഖുദ്സിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറിയം ബീവിയിലേക്ക് അള്ളാഹു അയച്ചു കൊടുത്തു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ, മറിയം ബീവിയുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിപൂർണനായ ഒരു പുരുഷനായി, ഒരു മനുഷ്യനായി രൂപാന്തരപ്പെട്ടു. മലക്കുകൾക്ക് മനുഷ്യരൂപത്തിൽ വരാൻ വേണ്ടി കഴിയും. മനുഷ്യരൂപം പ്രാപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ വരുമായിരുന്നു. മഹാനായ ദിഹ്യ റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ സ്വഹാബിമാരൊക്കെ കണ്ടിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവരം പറഞ്ഞിട്ടുണ്ട്. ദിഹ്യ റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിലായി ആര് വരും? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ദിഹ്യ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ സ്വഹാബികളിൽ ഏറ്റവും കാണാൻ ഭംഗിയുണ്ടായിരുന്ന സ്വഹാബിയായിരുന്നു. അവരുടെ രൂപത്തിൽ പല സമയത്തും മഹാനായ റൂഹുൽ ഖുദ്സ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ടുണ്ട്, പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മറിയം ബീവിയുടെ മുമ്പിൽ ഒരു പരിപൂർണ മനുഷ്യനായി, ഒരു പുരുഷനായി രൂപാന്തരപ്പെട്ടു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഖാലത്ത്, മറിയം ബീവി പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാൻ മിൻക, കാരുണ്യവാനായ അല്ലാഹുവിൽ ഞാൻ അഭയം പ്രാപിക്കുകയാണ് നിന്നിൽ നിന്ന്. എനിക്ക് അഭയം വേണം. കാരണം ചാരിത്രശുദ്ധിയുള്ള ഒരു പ്രായപൂർത്തിയായ ഒരു പെണ്ണിന്റെ മുമ്പിൽ ബശറൻ സവിയ, അതൊരു പരീക്ഷണമായിരുന്നു. മറിയം ബീവിയുടെ മുമ്പിലേക്ക് ഒരു പുരുഷ രൂപത്തിൽ അള്ളാഹു മലക്കിനെ പറഞ്ഞയക്കുന്നത് മറിയം ബീവി റളിയല്ലാഹു അൻഹ എത്രത്തോളം സത്യസന്ധയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെയാണ്. അവിടെ ഒരു തരത്തിൽ മറിയം റളിയല്ലാഹു അൻഹയുടെ റെസ്പോൺസ്, അവരെങ്ങനെയാണ് അതിന് മറുപടി പറയുന്നത് എന്ന് നോക്കൂ, ഇത്ര മനോഹരമാണ്. ഒരു അന്യ ആളുമായി ഒരു പെണ്ണിന് ഇടപെടേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഉണ്ടാകാം. ചില ചുറ്റുപാടുകളിൽ ഒരുപക്ഷെ നിർബന്ധിത സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കണമെന്നും അള്ളാഹുവിൽ അഭയം ചോദിക്കണമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് ഇവിടെ. ഖാലത്ത്, കാരണം മറിയം ബീവി മഹദിമാർക്ക്, പെണ്ണുങ്ങൾക്ക്, ആണുങ്ങൾക്കും ഒക്കെ മാതൃകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب الله مثلا للذين آمنوا امرأة فرعون
إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. സത്യവിശ്വാസികൾക്ക് ഉദാഹരണമാണ് മറിയം അലൈഹിസ്സലാം. സത്യവിശ്വാസികൾക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹു രണ്ടുപേരെയാണ് അവിടെ പറഞ്ഞത്. ഒന്ന് ഇംറഅത്ത് ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ. ആസിയ ബീവിയുടെ പേരങ്ങനെ, ആസിയ ബിൻത് മുസാഹിം. മുസാഹിം എന്നവരുടെ മകൾ ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ആസിയ ബീവിയെ കുറിച്ച് വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് മുഴുവനും അള്ളാഹു ഉദാഹരണമാക്കി വെച്ചു, കണ്ടുപഠിക്കണമെന്ന് പറയാൻ. ഇംറഅത്ത് ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയെ. കാരണം ഒരു അവിശ്വാസിയുടെ വീട്ടിൽ നിന്ന് ഒരു വിശ്വാസിയായൊരു കുട്ടി ഉണ്ടാവും എന്നതിൽ ഒരു അത്ഭുതവും കാണേണ്ടതില്ല എന്നതാണ്. എത്രയോ നമ്മളെക്കാളൊക്കെ ഈമാനുള്ള ആളുകൾ എത്രയോ മുസ്ലിമീങ്ങളായി വരുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലുമില്ലേ? ഫിർഔനിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്ന കൊട്ടാരത്തിൽ വസിക്കുന്ന ഒരു പെണ്ണ്, ഒരു മഹദി, അവരാണത്രേ സത്യവിശ്വാസികൾക്ക് മുഴുവനും ഉദാഹരണമായി അള്ളാഹു പറഞ്ഞു. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതാണ് വിശ്വാസം, അതാണ് ഈമാൻ, അവരെ കണ്ടാണ് പഠിക്കേണ്ടത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഇത് ഖാലത്ത്, മഹദി പറഞ്ഞ നേരം, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ അരികത്ത് നീ എനിക്കൊരു വീടുണ്ടാക്കി തരണം. റബ്ബി ബിനി ലീ ഇൻദക, നിന്റെ അരികത്ത് ബൈതൻ, എനിക്ക് വീട് വേണം, എനിക്ക് വീട് വേണം, അത് നിന്റെ അടുത്തായിക്കോട്ടെ എന്നല്ല പറഞ്ഞത്, എനിക്ക് നിന്റെ അടുത്തെത്തണം, അവിടെ ഒരു വീടും വേണം. അങ്ങനെയാണ്. അപ്പൊ ഇൻദക എന്ന് ഖുർആനിന്റെ ആ പ്രയോഗം, റബ്ബി ബിനി ലീ, എനിക്ക് നീ ഉണ്ടാക്കി തരണം റബ്ബേ, വീട് വേണം എന്നല്ല, റബ്ബി എനിക്ക് ഉണ്ടാക്കി തരണം, ഇൻദക നിന്റെ അടുത്ത്, ബൈതൻ ഫിൽ ജന്ന സ്വർഗത്തിലൊരു വീട് വേണം, നിന്റെ സാമീപ്യം എനിക്ക് വേണം പടച്ചവനെ എന്ന് അള്ളാഹുവിനോട് ചോദിച്ച. കാരണം ദുന്യാവിലെ ഒരു വീട് ആസിയ ബീവിക്ക് നഷ്ടമായി. കൊട്ടാരമാണത്. ഈജിപ്തിലെ അന്നത്തെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അവിടുത്തെ ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾക്കറിയാം ഫറോവമാരുടെ ആസ്തിയും അവരുടെ ജീവിത നിലവാരവും എങ്ങനെയായിരുന്നു. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു. ഈ പിരമിഡുകളൊക്കെ വലിയ അത്ഭുതമല്ലേ? ഇപ്പോഴും മുഴുവനായിട്ടും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു മഹാത്ഭുതമാണ് പിരമിഡുകൾ എന്ന്. എങ്ങനെ അവർക്കത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നതൊക്കെ വലിയ അത്ഭുതമാണ്. ഇന്നും അതിന് കൃത്യമായ ഉത്തരം പറയാൻ ചരിത്രകാരന്മാർക്ക് കഴിയാതെ പോകുന്നു. ആ ഒരു പാറക്കെട്ടുകളും ആ വലിയ വലിയ കല്ലുകളും അതിന്റെ ഡൈമെൻഷൻസും മനുഷ്യ കഴിവുകൾക്ക് അതീതമോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അഭൗതികമായ അല്ലെങ്കിൽ ഭൂതവർഗത്തിന്റെ വല്ല സഹായവും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചരിത്ര പണ്ഡിതന്മാർ സംശയിക്കുന്നുണ്ട്. ഈ പിരമിഡിനെ സംബന്ധിച്ച് തന്നെ പറയുമ്പോൾ ഫറോവമാരുടെ കാലത്തുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങൾ വേറെയും. ഈജിപ്ത് മാത്രം തന്നെ 1 മാസത്തോളം നടന്ന് കാണാനുള്ള കാഴ്ചകൾ ഈജിപ്തിൽ മാത്രമുണ്ട്. ഒരു യാത്ര പോവുകയാണെങ്കിൽ വാദിൽ മുലൂഖ് എന്ന് പറയുന്ന രാജാക്കന്മാരുടെ താഴ്വര എന്ന് പറയുന്ന കൈറോയിൽ നിന്ന് ഏകദേശം 600-700 കിലോമീറ്റർ ദൂരത്തേക്ക് യാത്ര ചെയ്തിട്ട് ഫറോവമാരുണ്ടാക്കി വെച്ച ചില അത്ഭുത കൊട്ടാരങ്ങളും അവരുടെ ടെമ്പിളുകളും ഒക്കെയുണ്ട്. വലിയ അത്ഭുതമാണ്. ഒരു പ്രതിമയുണ്ട് ഈജിപ്ഷ്യൻ രാജാവിന്റെ. അദ്ദേഹത്തിന്റെ തലയിലേക്ക് സൂര്യപ്രകാശം വരാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ഹോൾ ആ കൊട്ടാരത്തിന്റെ മേൽക്കൂരയിൽ വെച്ചിട്ടുണ്ട്. അതിലൂടെ പ്രകാശം വരും. ആ പ്രകാശം അദ്ദേഹത്തിന്റെ നേർ തലയിലേക്ക് സൂര്യപ്രകാശം വരുന്ന ദിവസം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. എത്രയും കൃത്യമായി അന്നത്തെ കാലത്ത് അന്നത്തെ ആർക്കിടെക്റ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. അപ്പൊ ഫറോവയുടെ കൊട്ടാരത്തിൽ ജീവിച്ച ആസിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വീട് നഷ്ടമാവുന്നത് നമ്മുടെ സാധാരണക്കാർക്കൊരു വീട് നഷ്ടമാകുന്ന പോലെയല്ല. കാരണം ഒരു ഭാര്യ, ഒരാൾ തന്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നു എന്ന് വിചാരിക്കുക, ഭാര്യ വീട് വിട്ട് പോകുന്നു, അവൾക്ക് അവളുടെ വീട്ടിൽ പോകാം. ആസിയ ബീബി എവിടെ പോകും? രാജാവാണ് തന്റെ ഭർത്താവ്.
തന്റെ ഭർത്താവ് വിലക്കിയാൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു സ്ഥലത്ത് വെച്ചൊരു പെണ്ണ് ഒറ്റയ്ക്ക് ധർമ്മത്തിന് വേണ്ടി പോരാടിയില്ലയോ? നിങ്ങൾ അതാണ് ഈ വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. വിശ്വാസത്തിന് ഒരുപക്ഷെ നമ്മുടെ ഈമാനിന് ഒരുപക്ഷെ നമുക്ക് പലതും ത്യജിക്കേണ്ടി വന്നേക്കാം. അത് ചിലപ്പോൾ നമ്മുടെ ജീവനായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സമ്പാദ്യമായിരിക്കാം, ഒരുപാട് നഷ്ടങ്ങൾ വന്നേക്കാം. എന്നാലും ഈമാൻ കൈവെടിയരുത്. അങ്ങനെയാണ്. അതൊക്കെ നമുക്ക് വിശുദ്ധ ഖുർആൻ ഇനി പറയാൻ പോകുന്ന മറിയം ബീവിയെയാണ്. 2 ഉദാഹരണമാണ് അല്ലാഹു പറയുന്നത്. ആദ്യം ഇംറഅത്ത് ഫിർഔൻ, ഇനി പറയുന്നത് മറിയം ബിൻത് ഇമ്രാൻ. വാസി ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു വിഷയത്തിൽ നമുക്കൊക്കെ ഒരുപാട് മാതൃകകളുണ്ട്. നമുക്കിപ്പോ നിസ്സാരം ഒരു ജോലി നഷ്ടപ്പെടുമ്പോഴേക്കും നമുക്ക് വലിയ ബേജാറ് വരും. പടച്ചോനെ, ഞാനിപ്പോ ഈ ഖുർആൻ ക്ലാസ്സിന് തുടങ്ങിയ കാലം മുതൽ എന്നെ വന്നിരിക്കുന്ന ആളാ, എന്റെ ജോലി ഇപ്പൊ എന്തേ പോയത്? എന്റെ റൂമിൽ ഒരു ക്ലാസ്സിനും വരാതെ കള്ളും കുടിച്ച് നടക്കുന്നവന് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ, ഓന് പ്രൊമോഷനാ കഴിഞ്ഞ ആഴ്ച കിട്ടിയത് എന്നൊക്കെ ഇബ്ലീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മനുഷ്യനെ പഴപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഈമാനും ദുന്യാവും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. ദുന്യാവ് അള്ളാഹു കണക്കാക്കിയ റിസ്ക് പോലെ വരും. വിശ്വാസം നമ്മൾ അധ്വാനിച്ചെടുക്കേണ്ട വിഷയമാണ്. അൽ ഈമാനു യസീദു വയൻഖുസു, അത് കൂടുകയും കുറയുകയും ചെയ്യും. യസീദു ബിത്ത്വാഅത്തി വയൻഖുസു ബിൽ മആസി, നമ്മൾ നന്മകൾ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും, തിന്മ ചെയ്താൽ ഈമാൻ കുറയും ചെയ്യും. അങ്ങനെയാണ്. തെറ്റുകൾ സംഭവിച്ചാൽ ഈമാന്റെ ശോഭ കുറയും. അത് നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ, അതിനാണ് അള്ളാഹു മഹദിമാരെ, ഒരുപാട് മഹത്തുക്കൾ അമ്പിയാക്കന്മാരെ പറയുന്ന കൂട്ടത്തിൽ മറിയം ബീവിയെ സൂറത്ത് മറിയം എന്ന പേര് വെച്ച് അള്ളാഹു മറിയം ബീവിയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആ തരത്തിൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം എന്ന് പഠിപ്പിക്കാനാണ്. അള്ളാഹു നമ്മെ ഇതിന് സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ. എത്രയോ ആളുകൾ വർഷങ്ങളോളം നന്നായി ജീവിച്ച് 6, 7, 8, 10 കൊല്ലൊക്കെ നിന്ന് പിന്നെ ആ പഴയ തെറ്റിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ 1 കൊല്ലം 2 കൊല്ലൊക്കെ നല്ല ലെവലിൽ ഇങ്ങനെ പോയി, പിന്നെ അങ്ങ് ഗ്രാഫ് ഡൗൺ ആയി പോയി, കുറെ തെറ്റുകൾ ചെയ്തു, തിരിച്ച് മടങ്ങി വരണം. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിന്റെ കാവൽ അള്ളാഹു നൽകട്ടെ. പക്ഷെ ആ ഒരു കൺസിസ്റ്റൻസി, നമ്മുടെ വിശ്വാസത്തിൽ നിലനിന്നു പോവാൻ കഴിയുക എന്നതൊരു വലിയ സൗഭാഗ്യമാണ്. കുറച്ചു നേരത്തേക്ക് നമ്മൾ പിടിച്ചു നിൽക്കുക, അതിന് വലിയ പ്രയാസമല്ല. കുറച്ചു നേരത്തേക്ക് ചെറുശ്ശേരി ഉസ്താദിന്റെ അള്ളാഹു അവരുടെ കബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഉസ്താദ് ഒരു കഥ പറയുമായിരുന്നു. അന്ന് ഒരു പുതിയ കല്യാണം കഴിച്ചു കൊടുത്തിട്ടേ, പുതിയ പെണ്ണ് കല്യാണം കഴിഞ്ഞു, പുതിയ പെണ്ണ് അങ്ങോട്ടൊക്കെ കണ്ട് പറ്റി ഇഷ്ടപ്പെട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ പെണ്ണിന്റെ കൂട്ടക്കാർ ഉസ്താദിന്റെ അടുത്ത് വന്നു, ഉസ്താദെ ആ പുതിയ പെണ്ണ് ഞങ്ങൾക്ക് ശരിയാവില്ല. എന്തേന്ന് ചോദിച്ചു. അവന്റെ ഒരു ചുണ്ടൊരു ഭാഗത്തേക്ക് കോടിയിട്ടാണ്. അതെന്തെങ്ങളന്ന് കണ്ടില്ലേന്ന് ചോദിച്ചു. ഞങ്ങളപ്പോ കണ്ടില്ല, പിന്നെ അറിയുന്നത് അവൻ അങ്ങനെ ഒരു കോട്ടുണ്ട് എന്ന്. ഉസ്താദ് ഒരു വളരെ രസകരമായ രീതിയിൽ ആ വിഷയങ്ങൾ പറഞ്ഞു തന്നത്. പുതിയപ്പനോട് ചോദിച്ചു, അല്ലടോ നിനക്ക് അങ്ങനെ കുഴപ്പമുണ്ടായിട്ട് എന്തേ ഇവർക്ക് കാണാൻ പറ്റാതെ പോയത്? അത് ഞാൻ കുറച്ചു നേരം പിടിച്ചൊക്കെ എന്നെ കൊണ്ട് കഴിയും. അപ്പൊ ഞാൻ ആ കാണാൻ വന്ന നേരത്തൊക്കെ പിടിച്ചെന്നതായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് പറഞ്ഞു, അതുകൊണ്ടൊന്നും തൊലാക്കൊല്ലാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല, അതൊക്കെ നിങ്ങൾ കണ്ടെത്തേണ്ട വിഷയമായിരുന്നു, അതൊന്നും പിരിയാനുള്ള കാരണമല്ല എന്ന് പറഞ്ഞു കൊടുത്തു. ഉസ്താദിന്റെ അനുസ്മരണം വരുന്നുണ്ട് ഈ തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് അവിടെ വെച്ചിട്ട്. പറ്റുന്ന ആളുകളൊക്കെ അതിൽ സംബന്ധിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഈ കുറച്ചു നേരം പിടിച്ചു നിൽക്കാൻ പറ്റുക, പിന്നെ അങ്ങ് പഴയ അവസ്ഥയിലേക്ക് പോവുക, അങ്ങനെ ആയി പോകരുത്. നമ്മുടെ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് കൃത്യമായി നിലനിന്ന് പോവാൻ കഴിയണം. അവിടെയാണ് നമ്മളും നമ്മുടെ മുൻഗാമികളും തമ്മിൽ നഷ്ടപ്പെട്ടു പോകുന്ന ലിങ്ക് അവിടെയാണ്. നമ്മൾ ഒരല്പനേരത്തേക്ക് ഇങ്ങനെ പോകും, ഇങ്ങനെ വേറെന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അങ്ങ് ഡൗൺ ആയി പോകും, അല്ലെങ്കിൽ നമ്മളങ്ങ് പരാജയപ്പെട്ടു പോകുന്നു, ഇബാദത്ത് കുറഞ്ഞു പോകുന്നു. കുറേ ഖുർആനോതും പിന്നെ എടുത്തന്നെ നോക്കൂല. അങ്ങനത്തെ ആളുകൾ അങ്ങനെയുണ്ട്. കുറേ നിസ്കരിക്കും, പിന്നെ നിസ്കാരമില്ല, ജമാഅത്തുമില്ല, ഒന്നുമില്ല. അങ്ങനെയായി പോകരുത്. ചെയ്യുന്നത് ഖൈറുൽ ഉമൂരി അദ്വമുഹ, നമ്മൾ ചെയ്യുന്നത് കൃത്യമായി കുറച്ചാണെങ്കിലും നിലനിർത്തി കൊണ്ടുപോവുക. കുറേ വേണ്ട, ഒരു ദിവസം 1 പേജ് പറ്റുള്ളൂ, എന്നാൽ അത് നിലനിർത്തി കൊണ്ടുപോവുക. ഒരു ദിവസം 25 പേജ്, പിറ്റേ ദിവസം ഒന്നുമില്ല, അങ്ങനെയായി പോകണ്ട. ഒരു മിനിമം നമുക്ക് എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുമോ അത് നമ്മൾ കൃത്യമായി കൊണ്ടു നടക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അപ്പോ ആസിയ ബീവി റളിയല്ലാഹു അൻഹ വിശ്വാസത്തിന് വേണ്ടി വലിയ ത്യാഗം ചെയ്തു. മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ ഉദാഹരണം 2 പെണ്ണുങ്ങളാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്രയാണ് ഇതിന്റെ മഹത്വം. ആണുങ്ങളെയോ അമ്പിയാക്കന്മാരെയോ അല്ല അള്ളാഹു ഉദാഹരണം പറഞ്ഞത്, 2 പെണ്ണുങ്ങളാണ്. അവിശ്വാസികൾക്ക് ഉദാഹരണവും പെണ്ണ് തന്നെയാണ്. وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط
അത് 2 പെണ്ണുങ്ങളാ, പേര് പറഞ്ഞില്ല അള്ളാഹു. നൂഹ് നബിന്റെ ഭാര്യയാണ്, ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യയാണ്. 2 പെണ്ണുങ്ങളെയാണ് അവിശ്വാസികൾക്ക് ഉദാഹരണം. 2 അമ്പിയാക്കന്മാരുടെ കൂടെ ജീവിച്ചവരാണ്, അമ്പിയാഇന്റെ സ്വകാര്യ ജീവിതം അറിഞ്ഞവരാണ്, അവർക്ക് മക്കൾ ജനിച്ചവരാണ്. എന്നിട്ടും തന്റെ ഭർത്താവിന്റെ നന്മയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഉണ്ടാകുന്ന പെണ്ണുങ്ങൾ പറയില്ലേ, ചില പെണ്ണുങ്ങളൊക്കെ പറയില്ല, എന്റെ ഭർത്താവ് തീരെ മോഡലില്ല, അയാൾ മോഡേണല്ല, അയാൾ നാടേനാണ്, അയാൾക്ക് എപ്പോഴും അത് പറഞ്ഞല്ല പരിപാടി, ഒരു റൊമാൻസ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. റൊമാൻസ് ഒക്കെ വേണം കേട്ടോ, അത് പറയാം, അതിന്റെ പരിധിയിൽ വേണം, അത് വേണ്ടെന്നല്ല പറഞ്ഞ്. പക്ഷെ അത് കുറ്റകരമായി കാണുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകാം, തിരിച്ചിങ്ങോട്ടുണ്ടാവാം. ചില പെണ്ണുങ്ങളെ പറ്റി ഭർത്താക്കന്മാർ അങ്ങനെ പറയും, എപ്പോഴും എന്റെ ദിക്റും സ്വലാത്തും നിർത്തിക്കേ എന്ന് പെണ്ണുങ്ങളോട് അങ്ങോട്ട് പറയുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെ ആയിപ്പോ ഒരു നന്മ ഒരാളെ കൊണ്ട് നഷ്ടമാവരുതെന്ന്. ഭാര്യയും ഭർത്താവും അവള് ചെയ്യുന്ന നന്മ അവള് ചെയ്തോട്ടെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവള് ചെയ്തോട്ടെ. ഒരുപക്ഷെ ഷഫാഅത്തെങ്കിലും കിട്ടിയെങ്കിലോ, അവളെ കൊണ്ട് രക്ഷപ്പെട്ടു പോയെങ്കിലോ. അപ്പൊ നുബുവത്തിന്റെ വീട്ടിൽ ജീവിച്ചിട്ട് ഹിദായത്ത് കിട്ടാതെ പോയ 2 പെണ്ണുങ്ങൾ, അതാണ് 2 അമ്പിയാഇന്റെ ഭാര്യമാരാ. ഒന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാണ്, മറ്റേത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യയാണ്. 2 ഭാര്യമാരുണ്ടായിരുന്നു, ഒരു ഭാര്യ മുസ്ലിമാവാത്തവരാണ്. അപ്പൊ അല്ലാഹു ഉദാഹരണം പറഞ്ഞു, കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ, എന്റെ സജ്ജനങ്ങളായ എന്റെ 2 ദാസന്മാരുടെ കീഴിൽ ജീവിച്ചിരുന്ന ആളുകളാണവർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വാപ്പ മൂല്യരായി എന്ന് വിചാരിച്ച് മക്കൾ നന്നാവണമെന്നില്ല. അതാണ്. വീട്ടില് ഉമ്മ ഭയങ്കര ഇബാദത്താണ്, പെൺകുട്ടികൾ ചിലപ്പോൾ നിസ്കരിക്കാത്ത മക്കളുണ്ടാവും ചിലപ്പോൾ ആ വീട്ടില്. അങ്ങനെ ഉണ്ടാവാം, എന്ത് ചെയ്യാൻ പറ്റും? കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹ് ഫഖാനതാഹുമാ, ആ 2 പേരും അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചവരാണ്. അവരെ വിശ്വസിച്ചു, പക്ഷെ അവർ വിശ്വാസവഞ്ചന ചെയ്തു. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ, അല്ലാഹുവിന്റെ അദാബ് വന്നപ്പോ അവരെ ഒന്നും രക്ഷപ്പെടുത്തിയില്ല, ഒന്നുമേ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. അവർ ശിക്ഷിക്കപ്പെട്ടവരാണ്, ഇവിടെ ദുനിയാവിൽ ശിക്ഷിക്കപ്പെട്ടു. വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ, നാളെ നരകത്തിലേക്ക് കടക്കുന്നവരോടുകൂടെ നിങ്ങളും കടന്നേക്കുക എന്ന് അവരോട് നാളെ പറയപ്പെടുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതും പെണ്ണുങ്ങളാണ്, ഈമാനിന്റെ ഉദാഹരണങ്ങളും പെണ്ണുങ്ങളാണ്. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. അല്ലാഹുവേ, ഫറോവയുടെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ആസിയ ബീവി ദുആ ചെയ്തു റളിയല്ലാഹു അൻഹ. എനിക്ക് നിന്റെ അടുത്ത് വീട് വേണം റബ്ബേ, ദുനിയാവിൽ വീടില്ല. ഭർത്താവ് പുറത്താക്കിയെന്ന് മാത്രമല്ല, ക്രൂരമായി ശിക്ഷിച്ചു മഹദിയെ. ഒക്കെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. വളരെ വലിയ വേദന തോന്നും. അപ്പൊ നമ്മൾ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുന്ന ആ ദുരിതങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇതിനു സമാനമായതും ഇതിലും ഭീതിതമായ സംഭവങ്ങളും നമ്മുടെ മുൻകാലങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് ചരിത്രം കാണുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു എല്ലാവർക്കും പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു മോചനം നൽകട്ടെ. ശത്രുക്കളിൽ നിന്ന് അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫിർഔനിൽ നിന്നും അവന്റെ ദുശ്ചെയ്തികളിൽ നിന്നും അവന്റെ കിങ്കരന്മാരിൽ നിന്നും അള്ളാഹു നീ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് ദുആ ചെയ്ത് ഷഹീദത്തായി വഫാത്തായി. ആര്? ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ഈമാനിന് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്നു. അങ്ങനെ ക്രൂരമായി ചൂടുള്ള പഴുപ്പിക്കപ്പെട്ട ഒരു കുന്തമുനയാൽ കുത്തപ്പെട്ടുകൊണ്ട് ഷഹീദത്തായ മഹദിയാണ് ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ. ഇത് മുഅ്മിന്റെ ഈമാനിന്റെ ഉദാഹരണമാണ്. ഒരു പെണ്ണ് ഒരു ആണിനെ പോലെയല്ല. ഒരു പെണ്ണ്, അവർക്ക് ആശ്രയമാണ് ഭർത്താവ്. എന്നാൽ ഭർത്താവ് കൂടെയില്ല, കുടുംബമില്ല, നാട്ടുകാരില്ല, ആരുമില്ല. മൂസ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലുകളും വളരെ വേദന അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കാലം, ആരും സപ്പോർട്ടില്ലാത്തൊരു കാലം, അവരടിമകളായി ഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് കൊട്ടാരത്തിൽ നിന്നും ഈമാൻ സ്വീകരിച്ചു വന്ന മോളാണത്. അതതിന്റെ പ്രത്യേകത. സാധാരണ ഒരു വീട്ടിൽ നല്ല ഇത് വരുന്നത് ഫിർഔന്റെ കൊട്ടാരത്തിൽ നിന്ന്. അതാണ് മുഅ്മിനീങ്ങളുടെ ഉദാഹരണം എന്ന് ആദ്യം അല്ലാഹു പറയും. ഇനി മറിയം ബീവിയെ, ومريم ابنة عمران التي أحصنت فرجها
فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين ومريم ابنة عمران ഇമ്രാനിന്റെ മകൾ മറിയം ബീവിയും സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണമാണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. എന്നിട്ട് അല്ലാഹ് അവിടെ പറയുന്ന വിഷയം അല്ലതി അഹ്സനത് ഫർജഹ, അവരെ വ്യഭിചരിക്കാത്തവരാണ്. അത് മുഅ്മിനീങ്ങളും ആണിനും പെണ്ണിനും ഉദാഹരണമാണ്. കാരണം ഒരു പെണ്ണ് സ്വാഭാവികമായും ഷീസ് വൾനറബിൾ, ചുറ്റുപാടുകൾക്ക് സാഹചര്യങ്ങൾക്ക് വിധേയമായി ഒരു തെറ്റിലേക്ക് എടുത്തു ചാടാൻ ഏറ്റവും സാധ്യതയുള്ളത് പെണ്ണുങ്ങൾക്കാണ്. എത്രയോ പെൺകുട്ടികളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്ന ആളുകൾ അങ്ങനെയാണ് അവരെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത്. അവര് ഇങ്ങോട്ട് പുരുഷന്മാരെ അവരെ വഴിതെറ്റിക്കുന്നതിനേക്കാൾ കൂടുതൽ സംഭവിക്കുന്നത് പുരുഷ ഭാഗത്തു നിന്നും അവരിലേക്ക് ചെല്ലുന്ന ഇടപെടലാണ്. അപ്പൊ പെണ്ണുങ്ങൾ അതിന്റെ പെട്ടെന്ന് അതിനെ വിശ്വസിക്കും, അല്ലെങ്കിൽ അന്ധമായിട്ട് വിശ്വസിക്കും. കൂടെ ഇറങ്ങി വരാന്ന് പറയും. എനിക്ക് എത്ര 2-3 മക്കളുള്ള പെണ്ണുങ്ങളൊക്കെ ഓടിപ്പോകുന്നില്ലേ, എന്താ ചെയ്യാ? മറിയം ബീവി റളിയല്ലാഹു അൻഹ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഏറ്റവും സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ, അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? ഞാൻ അള്ളാഹുവിൽ നിങ്ങൾ അഭയം ചോദിക്കുകയാണ്. കാരുണ്യവാൻ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം എന്നാണ് ആ സുമുഖനായ ഒരു ചെറുപ്പക്കാരനോട് അത്രയും സൗന്ദര്യമുണ്ടായിരുന്ന മഹദി മറിയം റളിയല്ലാഹു അൻഹ പറയുന്നത്. ഇതിപ്പോ നമ്മുടെ ഒരു ആധുനിക ചുറ്റുപാടിലാണെങ്കിൽ എന്തായിരിക്കും? ഇങ്ങനെ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു ആണിനെ കണ്ടുമുട്ടുന്നു, മിനിമം ഫോൺ നമ്പർ തരുമെന്നെങ്കിലും ചോദിക്കൂലേ? ഖാലത് ഇന്നി അഊദു ബിർറഹ്മാൻ, ഞാൻ കാരുണ്യവാനായ അല്ലാഹുവിൽ അഭയം ചോദിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അല്ലാഹു നൽകുന്ന ഹിമായത്തല്ലാതെ ഒരു മനുഷ്യന് സംരക്ഷണം കിട്ടൂല എന്നാണ്. അത് റബ്ബിനോട് തന്നെ. നമ്മൾ വലിയ ആളായിട്ട് ഞാൻ അതിനൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ചില ആളുകളോടൊക്കെ ചില യൂറോപ്യൻ നാടുകളിലേക്കൊക്കെ പല കാര്യത്തിനും വെറുതെ പോകുന്ന ആൾക്കാരുണ്ട്. വെറുതെ ജസ്റ്റ് ഫോർ ഫൺ, അങ്ങനെ പോരുത്. എന്തെങ്കിലും പഠിക്കാനോ അറിയാനോ ചരിത്രം പഠിക്കാനോ അങ്ങനെയൊക്കെ ആവാം. വെറുതെ പോവണോ, യാത്ര ഒന്ന് മാറ്റിവെച്ചുകൂടെ? എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ. ഇപ്പൊ വേശ്യാലയങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ പല മെട്രോപൊളിറ്റൻ സിറ്റികളിലും അതിന്റെ സ്ട്രീറ്റുകൾ, അതിന്റെ അവസരങ്ങൾ, സാഹചര്യങ്ങൾ, അങ്ങോട്ടൊക്കെ ചെറുപ്പക്കാർ ചാലഞ്ച് ചെയ്തു പോകുന്നവരുണ്ട്. ഞാൻ പോയി നോക്കട്ടെ, എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല, അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ പോയിട്ട് പെട്ടുപോകുന്ന ആളുകളുണ്ട്. എനിക്ക് എന്റെ ഈമാൻ കരുത്തതാണ്, എനിക്ക് അത് ചില ആളുകൾ പറയില്ലേ, പെണ്ണുങ്ങൾ പറയും ഭർത്താക്കന്മാരോട്, നിങ്ങൾ വേറെ ഏതോ പെണ്ണിനോട് കോണ്ടാക്ട് ഉണ്ടല്ലോ, ഞാനതൊന്നും ചെയ്യൂല എന്ന് സ്വന്തം ഭാര്യയോട് അയാൾ പറയുന്നു. അല്ലെങ്കിൽ ഭാര്യയോട് ഭർത്താവ് ചോദിക്കുന്നു, നീ എന്താ നിന്റെ പഴയ കാലത്തെ ഹൈസ്കൂൾ ഫ്രണ്ടിനോട്, ഇപ്പൊ കോളേജ് ഫ്രണ്ടിനോട് ഇപ്പോഴും ചാറ്റിംഗ് ഉണ്ടല്ലോ? ഞങ്ങൾ അങ്ങനത്തെ ബന്ധമൊന്നുമല്ല. ഈ അങ്ങനത്തെ ബന്ധമൊന്നുമല്ല എന്ന് പറയുന്നത് ഒരു തരം നുണയാണ്. നമ്മൾ ആ കാണിക്കുന്ന കോൺഫിഡൻസ് അത് അള്ളാഹുവിനെ മുൻനിർത്തി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ബന്ധമാണ് ഉണ്ടായിരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എനിക്കത് സംഭവിക്കൂല, ഞാനത് മാനേജ് ചെയ്യും, നിങ്ങൾ വിചാരിച്ച പോലെയല്ല എന്ന് ഒരാൾ എത്ര തന്നെ പറഞ്ഞാലും, ഇന്നി അഊദു ബിർറഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവെ നീ കാവൽ തരാതിരുന്നാൽ ഒരാൾക്കും ഒരു കാവലും ഉണ്ടാവുകയില്ല. നമ്മൾ വിചാരിക്കുന്നത് കേവലം ഒരു ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നതും ചാറ്റ് ചെയ്യുന്നതും വർത്തമാനം പറയുന്നതും അതിലൊന്നും കുഴപ്പമില്ല എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അത് കുറ്റകരമല്ലയോ? അത് ഹറാമല്ലയോ? അപ്പൊ അതിന്റെ പരിധികളും അതിൻ്റെതായ ഇസ്ലാമിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കാതെ അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്, അതിൽ വേറൊന്നുമില്ല എന്ന് പറയുന്നത് പോലും ഒരുതരം കാപ്പട്യജനകമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു നമുക്കൊക്കെ അവന്റെ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. എത്രയോ ചെറുപ്പക്കാർ, നമ്മൾ ഓരോരുത്തരും സദസ്സിലിരിക്കുന്നതിൽ ബഹുഭൂരിഭാഗം ആളുകൾ നമ്മൾ മൾട്ടി ജെൻഡർ
സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരിക്കും, ഓഫീസിലും വന്നു പോകുന്ന ഒരു കസ്റ്റമേഴ്സിലും. അള്ളാഹുവിനെ നന്നായിട്ട് സൂക്ഷിക്കണം. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മ. വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾക്ക് അള്ളാഹു അനുവദിക്കാത്തൊരു ബന്ധം വേണ്ട. അത് നിങ്ങൾ എത്ര തന്നെ എനിക്കത് സംഭവിക്കൂല എന്ന് പറയുന്നുണ്ടോ അവർക്കായിരിക്കും അത് സംഭവിക്കാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനാണ് റബ്ബിന്റെ ഒരു ഹിമായത്തിന് വേണ്ടി ചോദിക്കണമെന്നാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ പെട്ടുപോവുകയാണെങ്കിൽ ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻ, കാരുണ്യവാനായ അല്ലാഹുവേ നീ എനിക്ക് കാവൽ നൽകണമേ. ഇൻ കുൻത തഖിയ, നീ അള്ളാഹുവിനെ പേടിക്കുന്ന ആളാണെങ്കിൽ ഞാനിത് അള്ളാഹുവിനെ മുൻനിർത്തി കാവൽ ചോദിക്കുകയാണെന്ന് മറിയം അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ആ ചെറുപ്പക്കാരനോട്, അത് മലക്കാണെന്നറിയാതെ ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചുകൊണ്ട് മഹദി പറഞ്ഞ വാക്കാണത്. അതാണ് മറിയം അലൈഹിസ്സലാം. ആ ചാരിത്രശുദ്ധി മനുഷ്യന് അള്ളാഹു നിഷ്കർഷിക്കുന്ന റബ്ബിന്റെ നിയമമാണ്. ആണായാലും പെണ്ണായാലും വ്യഭിചരിക്കാതിരിക്കണം എന്നത് അള്ളാഹുവിന്റെ നിയമമാണ്. അതിന് ഏറ്റവും വലിയ മാതൃക കാണിച്ച മഹദിയാണ് മറിയം അലൈഹിസ്സലാം. അതുകൊണ്ടാണ് സർവവിശ്വാസികൾക്കും ഉദാഹരണം ബീവിയാണ്. അല്ലാഹു തആല ആസിയ ബീവിയെ പറഞ്ഞു, ഇനി പറഞ്ഞത് മറിയം ബീവിയാണ്. സർവ മുഅ്മിനീങ്ങൾക്കും, മുൻഗാമികൾക്കും പിൻഗാമികൾക്കും. കാരണം ഇത്തരമൊരു സാഹചര്യത്തിൽ പെട്ടുപോകുന്ന ആളുകൾ, അവരിൽ നിന്നാണ് ഈമാനിന്റെ പ്രകാശം അറിയാൻ പറ്റുക. ഒരു സാഹചര്യമില്ല, ഒരു തിന്മയിലേക്ക് ഒരു എക്സ്പോഷറും ഇല്ല. നമ്മൾ വെറും നല്ല ആളുകളുടെ കൂടെ മാത്രമാണ്, സ്വാലിഹീങ്ങളും ആബിദീങ്ങളുമായ ആളുകളുടെ കൂടെയാണ്. ഇയാൾ നല്ല ആളാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ സമയമായിട്ടില്ല. ആകെ പോയിരിക്കുന്നത് ഉസ്താദുമാരൊപ്പമാണ്, അല്ലെങ്കിൽ മുത്താലിമീങ്ങളുടെ കൂടെയാണ്, ദിക്റിലും സ്വലാത്തിന്റെയും മജ്ലിസിലും മാത്രമാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നേരെ മറിച്ച് ആ മനുഷ്യന്റെ ഈമാൻ എത്രത്തോളം സുദൃഢമാണ് എന്നറിയണമെങ്കിൽ മറിച്ചൊരു സാഹചര്യം വേണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉംറക്ക് പോയ സമയത്ത് ഖത്തറിൽ നിന്നൊരാൾ വന്നിരുന്നു. അദ്ദേഹം അവിടുത്തെ ഷെയ്ഖ് ഫാമിലിയുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഒരു വലിയൊരു കേസുമായി ബന്ധപ്പെട്ട്, കേസല്ല, അവിടുത്തെ ഒരു പോലീസിലെ വിവരം അറിയിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോ വളരെ വേദന തോന്നി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വളരെ സ്നേഹിച്ച് ബഹുമാനിച്ചു കൊണ്ട് നടന്നിരുന്ന ഒരാൾ, ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നൊരു വേലക്കാരി, മുസ്ലിമത്തായ പെണ്ണ്, അവരടക്കം ഞങ്ങളൊരു ഫാമിലി ഒരു ഉംറ ട്രിപ്പിന് വന്നിട്ട് അതിന്റെ നേതാവായി, അമീറായി, ക്യാപ്റ്റനായി വന്ന ആ പണ്ഡിതൻ എന്ന് പറഞ്ഞൂടാ, പണ്ഡിതന്മാരാവുമ്പോൾ അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാവണല്ലോ, ഹറമിൽ വെച്ചിട്ട് വ്യഭിചാരം നടന്നു, മക്കയിലും മദീനത്തും വെച്ചിട്ട്. ഞാൻ ആ വേദന ഷോക്കായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അയാൾ ഇപ്പോഴും നാട്ടിൽ നിന്ന് ആളുകളെയും കൊണ്ട് ഉംറക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ മക്കയിലെ പോലീസിൽ ഈ വിവരം അറിയിച്ചിട്ട് ഇയാൾക്ക് ഈ ഉംറ ട്രിപ്പ് അടിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് വരുത്താൻ അതിനു വേണ്ടി അതിന്റെ പേപ്പർ ക്ലിയർ ആക്കാൻ വേണ്ടി വന്നതാ. അതിന്റെ പ്രൂഫുകളും തെളിവുകളും ഒക്കെ എന്റെ കയ്യിലുണ്ട്. എന്താ പറയാ, ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്. അതും ഹറമിൽ, പരിശുദ്ധമായ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയാൽ കാണുന്ന ദൂരത്ത് തങ്ങൾ കിടക്കുന്നു. പരിശുദ്ധമായ മക്കയിൽ. അപ്പോ ഇത്തരം സാഹചര്യങ്ങളിൽ പെടുമ്പോഴേ ഒരു മനുഷ്യൻ ശരിക്കുള്ള മൂല്യരാണോ, ശരിക്കുള്ള പണ്ഡിതനാണോ, ശരിക്കുള്ള ഈമാനുള്ള ആളാണോ എന്ന് തിരിയണമെങ്കിൽ ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പിന്മാറുന്ന ആളുകളാണ്. അല്ലാത്തവർക്ക് എന്ത്, അവരറിയുന്ന പോലും ഇല്ലല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചതമ്പുരാന്റെ കാവൽ അനിവാര്യമാണ്. വിവരമുള്ള പണ്ഡിതന്മാർക്ക് പോലും, അല്ലെങ്കിൽ പഠിച്ച് ഉസ്താദുമാരായിട്ട് നടക്കുന്ന ആളുകൾ പോലും ഇങ്ങനത്തെ ദുൽമ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ്? ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക. അല്ലാഹുവേ, കാരുണ്യവാനായ പടച്ചവനെ, ഞാൻ നിന്നിൽ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, നീ എനിക്ക് കാവൽ തരണം. ഇൻ കുൻത തഖിയ, നീ അല്ലാഹുവിനെ പേടിക്കുന്ന ആളാണെങ്കിൽ ഞാൻ റബ്ബിനെ വിളിച്ചു പറയാൻ. അല്ലാഹുവിനെ പേടിക്കാത്ത ഒരാളുടെ മുമ്പിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പടച്ചവനെ തന്നെ പേടിയില്ല. അങ്ങനത്തെ ഒരാളുടെ മുമ്പിൽ എന്ത് പറയാൻ? അയാൾ നാട്ടുകാരെ പേടിച്ചെന്ന് വരും, നിയമത്തെ പേടിച്ചെന്ന്, പോലീസിനെ പേടിച്ചെന്ന് വരും.
നമ്മൾ പറയാ ഏതെങ്കിലും ഒരു രാജ്യം, അവിടെ വ്യഭിചാരവും കള്ളുകുടിയും സർവ്വ തോന്നിവാസവും പച്ചയായ ഹലാലാക്കി വെച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ടതിന്റെ ഇടയിലൂടെ മുഅ്മിനായി ജീവിച്ചു പോവാൻ കഴിഞ്ഞാൽ അതാണ് ഈമാൻ. അതാണ് ഈമാൻ. നമ്മുടെ മുമ്പിൽ എല്ലാ സാഹചര്യവും ഉണ്ട്, പക്ഷെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ അതൊന്നും പടച്ച തമ്പുരാനെ ഓർത്തിട്ട് നമ്മളത് ചെയ്യില്ല. അവിടെയാണ് നമ്മുടെ ഈമാൻ പ്രകടമായി വരുന്നത്. അതാണ് വിശ്വാസം. കയ്യിലേക്ക് എന്തെങ്കിലും ഹറാമിന്റെ പൈസ വന്നു, ഇതിപ്പോ കടക്കട്ടെ, നമുക്ക് ഏതെങ്കിലും വകുപ്പുണ്ടാക്കാം. ഹലാലും ഹറാമും അല്ലെങ്കിൽ പാടുള്ളതും പാടില്ലാത്തതും ഒക്കെ അറിയുന്ന ആളാണ്, പക്ഷെ സാമ്പത്തികമായ ചില പ്രയാസത്തിലാണ്. അപ്പോഴാണ് ഏതെങ്കിലും ഒരാൾക്ക് ലോട്ടറി അടിച്ചതോ എന്തെങ്കിലും രീതിയിൽ കാശ് വരുമ്പോ അപ്പോഴേക്കും മസാല മാറ്റിമറിക്കും. ഒക്കെ നമ്മുടെ ഈമാനിന് വരുന്ന അള്ളാഹു തരുന്ന ചില ടെസ്റ്റുകളാണ്, പരീക്ഷകളാണ്. അതൊക്കെ അതിൽ ജയിക്കാൻ പറ്റണം. എന്നാലും എനിക്ക് വേണ്ട, അള്ളാഹു അനുവദിച്ചത് മാത്രം എനിക്ക് മതി എന്ന നിഷ്കർഷമായൊരു തീരുമാനം. മറിയം അലൈഹിസ്സലാമിനെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി പറയുന്ന ഭാഗം അള്ളാഹു പറയുന്ന വാക്കതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. മറിയം അലൈഹിസ്സലാം അവരുടെ രഹസ്യഭാഗം സൂക്ഷിച്ചപ്പോൾ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, മറിയം ബീവിയിലേക്ക് നമ്മുടെ ഒരു ആത്മാവ് നാം നമ്മുടെ മാലാഖയാൽ ഊതുകയാണുണ്ടായത്. അള്ളാഹുവിന്റെ സവിശേഷമായൊരു ഇടപെടൽ. കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്ന് അള്ളാഹു ഒരു വസ്തുവിനോട് പറയുകയേ വേണ്ടൂ എന്ന് പറഞ്ഞാലും അത് പറയലല്ല എന്നാ. അവിടെ അള്ളാഹുവിന്റെ ഉദ്ദേശം അതുമായി ബന്ധിക്കലേ വേണ്ടൂ. ഉണ്ടാവുക എന്ന് അള്ളാഹു കരുതുകയേ വേണ്ടു, അപ്പോഴേക്കും അത് ഉണ്ടാവലായി. ഇതാണ് അള്ളാഹുവിന്റെ ലോകം. കോടിക്കണക്കിന് ഗാലക്സികളുള്ള, നക്ഷത്രങ്ങളുള്ള ഗാലക്സികൾ, അങ്ങനെ ബില്യൺ കണക്കിന് ഗാലക്സികൾ, ഇതൊക്കെ കുൻ ഫയകൂൻ എന്ന അള്ളാഹുവിന്റെ ഫാക്ടറിയാണ്. കുൻ ഫയകൂൻ, അതങ്ങനെ പറയേണ്ടത്. കുൻ, ഉണ്ടാവുക എന്ന റബ്ബ്, അല്ലേ, അള്ളാഹു അതിനോട് പറയുകയേ വേണ്ടൂ എന്നവിടെ ആയത്തിന് അങ്ങനെ അർത്ഥം തോന്നിപ്പോകും. എന്നാൽ അവിടെ പറയേണ്ടതില്ലെന്നാണ്. അള്ളാഹു ഉദ്ദേശിക്കുകയേ വേണ്ടൂ എന്നാണ്. അള്ളാഹു ഉദ്ദേശിക്കുകയേ വേണ്ടൂ, അപ്പോഴേക്കും അത് ഉണ്ടാവുകയായി. ആ രീതിയിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജന്മം കൊടുക്കാനുണ്ടായ കാരണം, ഒരു പ്രവാചകനെ ഗർഭം ധരിക്കാനുണ്ടായ സാഹചര്യം അള്ളാഹു പറയുന്നു. അത്രയും ചാരിത്രശുദ്ധിയിൽ ജീവിച്ച ഒരു മോളായിരുന്നു മഹദിയായ മറിയം അലൈഹിസ്സലാം. വസദ്ദഖത് ബികലിമാത്തി റബ്ബിഹാ വകുതുബിഹി, അള്ളാഹുവിന്റെ കിതാബ് മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ടതും ദാവൂദ് നബിക്ക് ഇറക്കപ്പെട്ടതും ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ടതുമായ ആ ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിനെ ഓർത്ത് മനസ്സറിഞ്ഞ് വിശ്വസിക്കുകയും, വസദ്ദഖത്, അത് സത്യമാണ്, ഇത് ഹഖാൻ, ഇത് പരമമായ സത്യമാണ്. അള്ളാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ഈമാൻ നമ്മുടെ ഖൽബിലേക്ക് വരണം. ഇത് പരമമായ, ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. ഇതിനപ്പുറത്തേക്ക് ഒരു സത്യം ഒരാൾക്കും പറയാനോ കൊണ്ടുവരാനോ കഴിയില്ല. അള്ളാഹുവിന്റെ കലാമല്ലേ അത്. ആ ഒരു രീതിയിൽ നമ്മൾ അള്ളാഹുവിന്റെ കലാമിനെ വിശ്വസിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഖുർആനിന്റെ പാരായണവും അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും അതിന്റെ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക്, ഇത് പരമമായ സത്യമാണ്. അള്ളാഹുവിന്റെ ഈ കലാമിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനും ഒന്നും പറയാൻ കഴിയില്ല. ആ കലാം അത് മനസ്സിലാവേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറിച്ച് നമ്മളിങ്ങനെ പറയാ, ഖുർആൻ ഓതിയാൽ ശിഫ കിട്ടും, അല്ലെ? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ശിഫയാണ് വിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ, പടച്ചവനെ, എന്റെ അസുഖത്തിന് ഞാൻ ഈ ഓതുന്ന വരികൾ എനിക്ക് ശിഫയാണ്. ഞാൻ മരുന്നായി കുടിക്കുന്നത്, ഒരു മരുന്ന് കുടിക്കുന്ന പോലെ ഞാൻ എന്റെ അസുഖത്തിന് ഞാൻ ഉപയോഗിക്കുന്ന മരുന്നാണിത്. അതെന്റെ മാനസികമായും ആത്മീയമായുമുള്ള അസുഖത്തിന്, ശാരീരികമായ അസുഖത്തിന് വിശുദ്ധമായ ഖുർആന്റെ പാരായണം ശിഫയാണ്. മറ്റു മരുന്നുകളൊക്കെ നമ്മൾ കഴിച്ചേക്കണം, പക്ഷെ ഖുർആൻ അതിലും വലിയൊരു മരുന്നാണ്. ആ ഒരു തസ്ദീഖ് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫലിക്കും. അല്ല,
ഓതി നോക്കുക. ആ മൂല്യരങ്ങനെ പറഞ്ഞേക്കണേ അല്ലാഹു അലം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യം കിട്ടൂല. അങ്ങനെ പരീക്ഷിക്കേണ്ട എന്നാണ്. അള്ളാഹുവിനോട് പരീക്ഷിക്കരുതെന്ന്. ദുആ ചെയ്യുമ്പോൾ പോലും അങ്ങനെയാണ്. ചോദിച്ചു നോക്ക, ചിലപ്പോൾ അള്ള തന്നെന്ന് വരും, അല്ലെങ്കിൽ അള്ള തന്നില്ല എന്ന് വരും. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം സമീഉം ബസീറുമായ അള്ളാഹു, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും, വെളിച്ചമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാണാൻ കഴിവുള്ളവൻ, ശബ്ദമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേൾക്കാൻ കഴിയുന്നവൻ, എന്റെ രക്ഷിതാവ് എന്റെ ദുആ കേൾക്കുന്നുണ്ട്, അള്ളാഹു അതിന് ഉത്തരം തരും. അങ്ങനെ നമ്മൾ റബ്ബിനോട് ചോദിച്ചു നോക്കൂ, അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അള്ളാഹുവിനെ പരീക്ഷിക്കരുത്. നബി തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് തരുമല്ലെന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെയല്ല, അള്ളാഹു തരും, തന്നിരിക്കും. അള്ളാഹുവിന്റെ വചനങ്ങളും അള്ളാഹുവിന്റെ കിതാബുകളും മറിയം അലൈഹിസ്സലാം മനസ്സ് തട്ടി അങ്ങേയറ്റത്തെ വിശ്വസ്തയോടുകൂടെ വിശ്വസിച്ചു. വകാനത് മിനൽ ഖാനിതീൻ. ആ മഹദിയാണെങ്കിലോ ഒരുപാട് ഇബാദത്ത് ചെയ്തിരുന്ന മഹദിയാണ്. ഇബാദത്ത് ഒരുപാട് ചെയ്തിരുന്നു. അതിന്റെ പേരിൽ ലോകവിശ്വാസികളുടെ ഉദാഹരണം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മറിയം ബീവിയാണ്, ആസി ബീവിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. قال إنما أنا رسول ربك لأهب لك غلاما زكيا. മലക്ക് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഇന്നമാ അന റസൂലു റബ്ബികി, ഞാൻ നിങ്ങളുടെ രക്ഷിതാവിന്റെ അല്ലാഹുവിന്റെ ദൂതനാണ്. ലിഅഹബ ലകി ഗുലാമൻ സകിയാ, സർവശുദ്ധനായ ഒരു മോനെ നിങ്ങൾക്ക് ദാനമായി നൽകാൻ അല്ലാഹു നിങ്ങളിലേക്ക് എന്നെ പറഞ്ഞയച്ച ദൂതനാണ് ഞാൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. ഖാലത്, ബീവി ചോദിച്ചു, അന്നാ യകൂനു ലീ ഗുലാം, എവിടെ നിന്നാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക? വലം യംസസ്നീ ബശർ, എന്നെ ഒരു മനുഷ്യനും തൊട്ടിട്ടില്ലല്ലോ. വലം അകു ബഗിയ, ഞാൻ വ്യഭിചരിക്കുന്നവളുമല്ലല്ലോ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒരാൾ എന്നിട്ട് പറയാൻ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവുമെന്ന്. വിവാഹിത പോലുമല്ലാത്ത മറിയം അലൈഹിസ്സലാം ചോദിച്ചു, അന്നാ യകൂനു ലീ ഗുലാം, എവിടെന്നാണ് എനിക്ക് കുഞ്ഞുണ്ടാവുക? വലം യംസസ്നീ ബശർ, ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ. ആ പദപ്രയോഗം തന്നെ ഏറ്റവും നല്ല ശുദ്ധിയുടെ ഒരു അടയാളമാണ്. മനുഷ്യന്റെ വാക്കുകളാണ് ഒരു മനുഷ്യന്റെ ചിന്തകളെ പുറത്തു കൊണ്ടുവരിക. മനുഷ്യന്റെ ചിന്തയാണ് ഒരു മനുഷ്യന്റെ ജീവിതം. മറിയം ബീവി അവിടെ മറ്റൊരു പ്രയോഗവുമല്ല, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ, അതല്ല അവിടെ പറയുന്നത്. വലം യംസസ്നീ ബശർ, എന്നെ ഒരു മനുഷ്യൻ സ്പർശിച്ചിട്ടില്ലല്ലോ. അതിനർത്ഥം തന്നെ അത് ഖിനായത്താണ് എന്ന് പറയും. എന്നെ ഒരു മനുഷ്യൻ തൊട്ടിട്ടില്ലല്ലോ, അങ്ങനല്ല. അവരുടെ ഉമ്മയും അവരുടെ ഉമ്മയുടെ സ്പർശം അല്ലെങ്കിൽ പിതാവിന്റെ സ്പർശം ഒക്കെ മനുഷ്യന്മാർ തൊട്ടു എന്നല്ലേ. പക്ഷേ മറിയം ബീവി ഉദ്ദേശിക്കുന്ന മറ്റൊന്നാണ്. ഞാൻ അങ്ങനെ അരുതാത്തത് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ വിവാഹിതയുമല്ലല്ലോ. വലം അക്കു ബഗിയ, ഞാനൊരു ദുർനടപ്പുകാരിയല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് കുഞ്ഞുണ്ടാവുക എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ അത്ഭുതകരമായി ചോദിച്ചു. അപ്പോ മറുപടി വരികയാണ്, قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. قال كذلك, അതങ്ങനെ തന്നെയാണ് മറിയമേ, നിങ്ങൾ
നിങ്ങളെ ഒരാളും സ്പർശിച്ചില്ല, നിങ്ങൾ ഒരാളുടെ കൂടെയും ശയിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഭർത്താവില്ല, നിങ്ങൾ ദുർനടപ്പുകാരിയുമല്ല എന്നൊക്കെ അറിയാം. അങ്ങനെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കുഞ്ഞു ജനിക്കും എന്ന് തന്നെയാണ് ഖാല റബ്ബുകി, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു അങ്ങനെയാണ് അറിയിച്ചത്. ഹുവ അലയ്യ ഹയ്യിനുൻ, അത് എനിക്ക് എളുപ്പമാണെന്ന് അല്ലാഹു പറഞ്ഞു. ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. ഖാല എന്ന പ്രയോഗം അറബിയിൽ പറഞ്ഞു എന്നതിന് ഒരുപാട് വാക്കുകളുണ്ട്. ദഖറ, ഹക, ഖാല, വേറെയും ഒരുപാട് പ്രയോഗങ്ങളുണ്ട് പറഞ്ഞു എന്നറിയിക്കാൻ. പക്ഷെ ഖാല എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന റിപ്പോർട്ടഡ് സ്പീച്ചാണെന്ന്. ആ പറഞ്ഞ ആൾ എന്ത് പറഞ്ഞു അതങ്ങനെ പറയേണ്ടത്. ഇപ്പൊ നമ്മുടെ ഉസ്മാൻ, വെല്ലിപ്പാടി ഉസ്മാൻ പറയുന്നു, ഞാൻ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ഖുർആൻ ക്ലാസ്സിന് പോവാണ് എന്ന് ഉസ്മാൻ പറഞ്ഞു. ഞാൻ അറബിയിൽ പറയുകയാണെങ്കിൽ ഖാല ഉസ്മാൻ പറഞ്ഞു എന്ത്, ഇന്നി സആതി ഇലാ ദർസിൽ ഖുർആൻ അസ്സഅ സാമിന, 8 മണിക്ക് ഖുർആൻ ക്ലാസ്സിന് വരും, ഞാൻ വരും എന്ന് ഉസ്മാൻ പറഞ്ഞു. നേരെ മറിച്ച് നമുക്ക് എങ്ങനെ പറഞ്ഞുകൂടാ, ഞാൻ 8 മണിക്ക് ഉസ്മാൻ വരുന്നുണ്ട് എന്ന് ഉസ്മാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രയോഗം ഖാല വെച്ച് പറയാൻ പറ്റൂല. ഖാല എന്ന് പറഞ്ഞ മൂപ്പര് പറഞ്ഞ ആ വാക്ക് അങ്ങനെ തന്നെ പറയണം. അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഖാല എന്ന വാക്കിന്. ഖാല അല്ലാഹു റബ്ബുക്കി, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞു, ഹുവ അലയ്യ ഹയ്യനുൻ, അത് എനിക്ക് എളുപ്പമാണ്. നേരെ മറിച്ചത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ ഹുവ അലൈഹി, അള്ളാഹ്ക്കത് എളുപ്പമാണ് എന്നാണ് അവിടെ വരേണ്ടത്. നേരെ മറിച്ച് ഖാല, അള്ളാഹ് പറഞ്ഞ വാക്ക് ഹുവ അലയ്യ ഹയ്യിൻ, എനിക്കത് എളുപ്പമാണെന്ന് നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുകയാണ്. ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ വലിനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ, ഇങ്ങനെ ഒരു കുഞ്ഞിനെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. വലിനജഅലഹു ആയതൻ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. ഈസ നബി അലൈഹിസ്സലാം തന്നെ ഒരു ദൃഷ്ടാന്തമാണ്. വറഹ്മതൻ മിന്നാ, നമ്മുടെ ഒരു കരുണയുമാണ്, നമ്മുടെ ഒരു റഹ്മത്താണ്. വകാന അംറൻ മഖ്ദിയ്യാ, ഇത് അല്ലാഹു തആല തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച വിഷയമാണ്. മറിയമേ, ഇതിൽ മാറ്റമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മകൻ ഒരു ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹദിയായ മറിയം ബീവിയോട് പറഞ്ഞു കൊടുത്തു. എന്താണ് അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ആയത്ത്, ദൃഷ്ടാന്തം എങ്ങനെയാണ്? അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ മനസ്സിലാക്കി തരുന്ന ദൃഷ്ടാന്തമാണ് ഈസ നബി അലൈഹിസ്സലാം. ഒരു പിതാവില്ലാതെയും ഒരു കുഞ്ഞിനെ അള്ളാഹുവിന് ജനിപ്പിക്കാൻ കഴിയും. അതാണ് ഈസ നബി അലൈഹിസ്സലാം. ഒരു ഉമ്മയില്ലാതെ ഒരാൾക്ക് ജന്മം കൊടുക്കാൻ കഴിയും. അതാണ് ഹവ്വാ ബീവി. ഒരു ഉമ്മയും ഒരു ഉപ്പയും ഇല്ലാതെ അള്ളാഹ്ക്ക് ഒരാളെ ജനിപ്പിക്കാൻ കഴിയും. അതാണ് സയ്യിദുന ആദം അലൈഹിസ്സലാം. ഉമ്മയും വാപ്പയിലൂടെ ജനിക്കുന്നവർ. എന്നാൽ ഉമ്മയും വാപ്പയുമായി അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചിരിക്കെ തന്നെ മക്കൾ ജനിക്കാതെ പോകുന്നവർ അള്ളാഹുവിന്റെ ഖുദ്റത്തുകളാണ്. ഉമ്മയും വാപ്പയും അവിടെ ഉണ്ട്, ഭാര്യയും ഭർത്താവും ഉണ്ട്, പക്ഷെ മക്കളില്ല. ഉമ്മയും വാപ്പയും ഭാര്യയും ഭർത്താവും ഉണ്ടായി മക്കളുണ്ടാകുന്നവർ. ഭർത്താവില്ലാതെ ഈസ നബി അലൈഹിസ്സലാം, ഭാര്യയില്ലാതെ ഹവ്വാ റളിയല്ലാഹു അൻഹ, ഇത് രണ്ടുമില്ലാതെ ആദം നബി അലൈഹിസ്സലാം. ഇങ്ങനെ അള്ളാഹുവിന്റെ റബ്ബിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ കഴിവ് അപാരമാണെന്ന് മനുഷ്യന് മനസ്സിലാക്കി തരാൻ അള്ളാഹു നിയുക്തനാക്കിയ റബ്ബിന്റെ ദൃഷ്ടാന്തമാണ് സയ്യിദുന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഈസ നബിയെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അള്ളാഹിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈസ നബി അലൈഹിസ്സലാം, റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. ആദം നബി അലൈഹിസ്സലാം ഒരു ദൃഷ്ടാന്തമാണ്. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം അതേപോലെ തന്നെ അത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തമാണ്. വറഹ്മതൻ മിന്നാ, മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് ശേഷം അള്ളാഹു നൽകുന്ന ഏറ്റവും അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് ഈസ നബി അലൈഹിസ്സലാം. വറഹ്മതൻ മിന്നാ, നമ്മുടെ കരുണയാണ്, നമ്മുടെ റഹ്മത്താണ് ഈസ നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ റഹ്മത്താണ്.
ആ റഹ്മത്തിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ ചെറിയ പ്രായത്തിലെ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള തൗഫീഖ് ഉണ്ടായ നബിയാണ് സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാം. എല്ലാ നബിമാരുടെയും ചരിത്രം നോക്കിയാൽ 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് ഉണ്ടാകുന്നത്. 40-ാമത്തെ വയസ്സ്. ചില പ്രവാചകന്മാർ അതിന് അപവാദമാണ്, അതിന് എതിരാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നുബുവത്തിന്റെ വർഷം 400-ാമത്തെ വയസ്സിലായിരുന്നു എന്നോ 300-ലായിരുന്നോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കട്ടെ, 40-ലല്ല. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ മകൻ യഹ്യ നബിയും അതുപോലെ തന്നെ ഈസ നബി അലൈഹിസ്സലാം വളരെ ചെറിയ പ്രായത്തിൽ നുബുവത്ത് കിട്ടിയവരാണ്. ചെറിയ പ്രായത്തിൽ ഈസ നബി ജനിക്കുമ്പോഴേ നുബുവത്ത് കിട്ടിയെന്നാണ്. അപ്പോ ചെറിയ പ്രായത്തിലെ ദഅവത്ത് ചെയ്തു. ഇനി മഹാനായ ഈസ നബി അലൈഹിസ്സലാം കൊച്ചുപ്രായത്തിൽ, ഒരു കുഞ്ഞും സംസാരിക്കാത്ത പ്രായത്തിൽ ആ കുഞ്ഞ് സംസാരിച്ചത് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയാൻ വേണ്ടി പോവുകയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം മഹാനായ ഈസ നബി അലൈഹിസ്സലാം പറയുന്ന ഭാഗമാണ്. 30-ാമത്തെ ആയത്ത് മുതൽ 33-ാമത്തെ ആയത്ത് വരെ ഈസ നബി സംസാരിക്കുകയാണ്. മഹാനായ ഈസ നബി അലൈഹിസ്സലാം കൃത്യമായ സംസാരം, വ്യക്തമായ ഭാഷയിൽ. قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا فحملته. മറിയം ബീവി ഈസ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിച്ചു. ഹമലത്ഹു, ഗർഭം ധരിച്ച പെണ്ണിന് അറബിയിൽ ഹാമിൽ എന്നാണ് പറയാ. ഹാമിലത്ത് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും, പക്ഷെ ഗർഭം ധരിച്ചു എന്നല്ല അർത്ഥം വരിക, ചുമന്നു കൊണ്ടുപോകുക എന്ന അർത്ഥം വരിക. സൗജത്തി ഹാമിലത്തുൻ, നമ്മൾ അറബിക്ക് പഠിച്ചുണ്ടാക്കി വരുമ്പോഴേ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പെണ്ണാകുമ്പോ താ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്റെ പെണ്ണ് ഗർഭിണിയാണ്, സൗജത്തി ഹാമിലത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ തലയിൽ വെച്ചതെന്ന് അവിടെ ചോദ്യം വരും. ഹാമിലത്തുൻ, ഹമല ചുമക്കാന്ന. ഹാമിൽ എന്ന് പറഞ്ഞാൽ ഗർഭം ധരിച്ചു എന്നതിനർത്ഥം. അപ്പൊ പിന്നെ ചോദ്യം വരൂല. ഹാമിലത്തുൻ എന്ത്? ഹാമിലത്തുൻ ഖിദറൻ, ഒരു കൊട്ട അല്ലെങ്കിൽ ഒരു പാത്രം തലയിൽ വെച്ച് നടക്കുകയാണ്, അതാണ് അപ്പൊ അതിന്റെ അർത്ഥം. ഹാമിലത്ത് എന്ന് പറയില്ല, ഹാമിൽ എന്നേ പറയും. അപ്പോ ഫഹമലത്ഹു, മറിയം ബീവി ഗർഭം ധരിച്ചു. ഫൻതബദത് ബിഹി മകാനൻ ഖസിയ, ദൂരസ്ഥലത്തേക്ക് ബീവി മാറി താമസിച്ചു. കാരണം ഗർഭധാരണം നടന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ 9 മാസം അല്ലെങ്കിൽ 8 മാസം ഗർഭം ചുമന്നിട്ടുണ്ട് എന്നാണ്. മഹദി ഗർഭധാരണം നടന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴേക്കും ആ നാട്ടിലെ ഏറ്റവും വലിയ ആബിദായിരുന്ന ഒരു മഹാനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് യൂസുഫ് ബിൻ യാക്കൂബ് നജ്ജാർ. നമ്മുടെ യൂസുഫ് നബി യാക്കൂബ് നബിന്റെ മോനാണ്. ആ യൂസുഫ് നബി അല്ല, ഇത് നബിയല്ല. മറിയം ബീവിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ആശാരിപ്പണിക്കാരനായിരുന്ന യാക്കൂബ് എന്നവരുടെ മകൻ യൂസുഫ് ബിൻ യാക്കൂബ് നജ്ജാർ. ബൈബിൾ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോ യൂസുഫ് എന്ന ആളാണ്, ജോസഫാണ് ആരുടെ, മറിയം ബീവിയുടെ ഭർത്താവ് എന്ന് കാണാം. അതിലിപ്പോ കുട്ടികളൊക്കെ, ഞാൻ തന്നെ ഇപ്പൊ സ്കൂളിലെ ഒരു ചെറിയ ക്ലാസ്സിലെ കുട്ടിയോട് സംസാരിക്കുമ്പോ മറിയം ബീവിയുടെ കഥ ജോസഫ് എങ്ങനെ മാരീസ് ഹസ്ബൻഡ്. അപ്പൊ ആ കുട്ടി ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. അപ്പൊ ആ കുട്ടി അങ്ങനെ മനസ്സിലാക്കിയത് മറിയം ബീവിയുടെ ഭർത്താവ് യൂസുഫാണല്ലോ, ജോസഫാണ് എന്നാണ് അവരങ്ങനെ പഠിപ്പിക്കുക. അങ്ങനെയല്ല, മറിയം ബീവി കല്യാണം കഴിച്ചിട്ടില്ല, ഭർത്താവുമില്ല. പക്ഷെ ഈ യൂസുഫ് എന്ന് പറയുന്ന ഇയാളെയാണ് ജോസഫ് എന്ന് പറയുന്നത്. യൂസുഫ് ബിൻ യാക്കൂബ് നജ്ജാർ. അദ്ദേഹം വലിയ ആബിദാണ്. മസ്ജിദുൽ അഖ്സയിൽ ഒരുപാട് ഇബാദത്ത് ചെയ്ത് ജീവിച്ച ആളാണ്. മറിയം ബീവി ഇബാദത്ത് ചെയ്യുന്നത് അറിഞ്ഞ ആളാണ്, അവരെ കാണുന്ന ആളാണ്. അപ്പോ അവരാണ് ചോദിച്ചത്, അല്ല മറിയമേ, എന്താണ് ഈ സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഹൽ യകൂനു സർഉൻ മിൻ ഗൈരി ബദ്രിൻ. ആ യൂസുഫ് എന്നവർ ചോദിച്ചു, അല്ല മറിയമേ, ഒരു വിത്ത് പാകാതെ ഒരു ചെടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. മറിയം ബീവി അങ്ങോട്ട് മറുപടി പറഞ്ഞു, ഉണ്ടാവൂലോ. ഫമൻ ഖലഖ സർഅൽ അവൽ, ആദ്യമായി കൃഷി ഉണ്ടായത് എങ്ങനെയാണ്? വിത്തില്ലാതെയല്ലേ? അള്ളാഹു ഉണ്ടാക്കിയത് അങ്ങനെയാണ്. കോഴിയാണോ കോഴിമുട്ടയാണോ അതുണ്ടാക്കിയത് വെറുതെ തലതിരിയണ്ട, കോഴിയാണ് ആദ്യം ഉണ്ടായത്, അള്ളാഹ് അങ്ങനെ പഠിച്ചതാണ്. അപ്പൊ ഒരു വിത്തില്ലാതെ ഒരു ചെടി ഉണ്ടാകുമോ മറിയമേ? ഉണ്ടാകുമല്ലോ. ഫമൻ ഖലഖ സർഅൽ അവൽ, ആദ്യം നടന്ന കൃഷി അങ്ങനെയല്ലേ? ഒരു വിത്തില്ലാതെ അള്ളാഹു ചെടി മുളപ്പിച്ചതല്ലേ? ആ ചെടിയിലല്ലേ പിന്നെ വിത്തുകൾ ഉണ്ടായത്. യുക്തിവാദികളാണ് പിന്നെ പറയുന്നത്, അങ്ങനെ വിത്ത് ഉണ്ടായാലല്ലേ ചെടി. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അള്ളാഹുവിന് വിത്തില്ലാതെയും ചെടി മുളപ്പിക്കാൻ കഴിയും. അപ്പൊ അങ്ങോട്ട് മറുപടി കൊടുത്താൽ മതി. അപ്പൊ
അപ്പൊ യൂസുഫ് എന്നവര് ചോദിച്ചു, ഫഹൽ യകൂനു വലദുൻ മിൻ ഗൈരി സഖരിൻ, ഒരു പുരുഷന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ, ഒരു പുരുഷന്റെ സാന്നിധ്യമില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുമോ? അവന്റെ ഭർത്താവില്ലാതെ, ഇപ്പൊ വ്യഭിചാരത്തിലാണെങ്കിൽ ഒരു പുരുഷന്റെ സാന്നിധ്യമില്ലാതെ, എങ്ങനെയാണെങ്കിലും മറിയമേ, അങ്ങനെ നിങ്ങൾക്ക് ഒരു പുരുഷനില്ലാതെ നിങ്ങൾക്ക് മക്കൾ ജനിക്കുമോ? ഖാലത്ത് നഅം, അതെ. ഇന്നല്ലാഹ ഖലഖ ആദമ മിൻ ഗൈരി ദഖരിൻ വലാ ഉൻസാ, ഒരാണും ഒരു പെണ്ണുമില്ലാതെയല്ലേ ആദം നബി അല്ലാഹു പടച്ചത്. അപ്പൊ ചോദിച്ചു, അല്ല മറിയമേ, എന്താണ് നീ കാര്യം പറ, അഖ്ബിർനി ഖബറക്കി, എന്താണ് നിനക്ക് ഗർഭധാരണമുണ്ടല്ലോ, എന്താണ് ഇതിന്റെ, നീ പറഞ്ഞു നിനക്ക് മനസ്സിലായി അള്ളാഹു ചെയ്യാൻ കഴിവുള്ളവനാണ്, എന്താണ് നിനക്ക് സംഭവിച്ചത്? പറഞ്ഞു, അള്ളാഹു എനിക്ക് സന്തോഷവാർത്ത അറിയിച്ചതാണ്. ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ്ദുനിയാ വൽ ആഖിറഹ് ومن المقربين ويكلم الناس في المهد وكهلا ومن الصالحين. ഇന്നല്ലാഹ ബശ്ശറനി, അല്ലാഹു എനിക്ക് സന്തോഷവാർത്ത അറിയിച്ചു തന്നു. ബികലിമത്തിൻ മിൻഹു, അല്ലാഹുവിന്റെ ഒരു വചനം, കുൻ ഉണ്ടാവുക എന്ന റബ്ബിന്റെ ഒരു വചനം, ഇസ്മുഹു ആ വചനത്താൽ ഉണ്ടാകുന്ന മകൻ, ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം, ആ കുഞ്ഞിന്റെ പേര് ഈസ എന്നായിരിക്കും. അൽ മസീഹു, മസായ, മെസ്സിഹ എന്ന് പറയില്ലേ മലയാളത്തിലൊക്കെ, മെസ്സിഹ അതാണ് ഈ മസീഹ്. അതിനാണ് ഇംഗ്ലീഷിൽ മസായ എന്ന് പറയാൻ. അൽ മസീഹ് ഈസ ഇബ്നു മറിയം, ഈസ അതാണ് അവർ ജീസസ് എന്ന് പറയുന്നത്, ഈസ ജീസസ് എന്ന് പറയും, മസീഹ് മസായ. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ആ കുഞ്ഞിന്റെ പേര്, മറിയമിന്റെ മകൻ ഈസ എന്നായിരിക്കും. വജീഹൻ ഫിദ്ദുനിയാ വൽ ആഖിറഹ്, ഈ ദുനിയാവിലും നാളെ പരലോകത്തും നല്ല സൽകീർത്തിയുള്ള ആളായിരിക്കും, നല്ല കീർത്തിയുള്ള ആളായിരിക്കും, നല്ല ആളുകൾക്കിടയിൽ നല്ലവണ്ണം അറിയപ്പെടുന്ന സദൃഢനായ ഒരാൾ. വമിനൽ മുഖറബീൻ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അമ്പിയാക്കന്മാരിൽപ്പെട്ട ആളുമായിരിക്കും. അമ്പിയാക്കന്മാരിൽ ഉലുൽ അസ്മ് 5 നബിമാരാണ് ഉലുൽ അസ്മ് എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠരായ അമ്പിയാക്കന്മാർ 5 എണ്ണമാണ് അല്ലെ. 1,24,000 നബിമാർ, അതിൽ 315 മുർസലീങ്ങൾ, അതിൽ 25 പേർ ഖുർആൻ പേരെടുത്ത് പറഞ്ഞു, അതിൽ 5 പേർ ഉലുൽ അസ്മായ നബിമാരാണ്. ആ 5 അറിയുന്നൊരു കൈപൊക്കിയാട്ടെ. മാഷാ ആ പഠിച്ചത് ഉറപ്പായിട്ട് ശരി തന്നെയാണെന്ന് അറിയുന്ന ഒന്നുകൂടെ കൈ അവിടെ പൊക്കി തന്നെ നിർത്തിയാട്ടെ, സംശയമൊന്നുമില്ല, പറഞ്ഞോളൂ. ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ അമ്പിയാക്കന്മാർ, അതാണ് മുഖറബീങ്ങളായ അമ്പിയാക്കന്മാർ. മറിയം ബീവി അപ്പോഴും യൂസുഫ് ഇബ്നു യഅഖൂബ് നജ്ജാർ അദ്ദേഹത്തോട് പറയാണ്, അള്ളാഹു എനിക്ക് സന്തോഷ വാർത്ത അറിയിച്ചു, എനിക്കൊരു കുഞ്ഞിനെ തരും. അപ്പോഴും ഗർഭമാണ്, പ്രസവിച്ചിട്ടില്ല. അപ്പോഴാണ് പറയുന്നത്, എന്റെ കുഞ്ഞിന്റെ നാമം പോലും അള്ളാഹു പറഞ്ഞു തന്നു, അൽ മസീഹ് ഈസ ഇബ്നു മറിയം. മസീഹ് എന്ന് പറഞ്ഞാൽ സാഹ യസീഹു, ലോകമൊട്ടാകെ ഈസ നബി അലൈഹിസ്സലാമിന്റെ വിവരമെത്തുമെന്നാണ് മസീഹ്. മസീഹ് ദജ്ജാലിന്റെ പേരിലും മസീഹുണ്ട്, അത് മസഹയിൽ നിന്നാണ്. അവന്റെ ഒരു കണ്ണ് ഇങ്ങനെ തടവി വെച്ച പോലെ, അവിടെ കണ്ണ് തന്നെ ഇല്ലാത്ത പോലെ, കണ്ണിന്റെ കുഴി ഇല്ലാത്ത പോലെ, കവിള് പോലെയാണ് ഒരു കണ്ണിന്റെ ഭാഗം മസീഹ് ദജ്ജാൽ. അതിന്റെ പേരിലാണ് മസീഹ് ദജ്ജാൽ മസീഹായത്. അത് അവന് ഒരു കണ്ണില്ലാത്തതിന്റെ പേരിലാണ്. ഈസ നബി മസീഹായത് ലോകം ഒട്ടാകെ ഈസ നബി അലൈഹിസ്സലാമിന്റെ വിവരമെത്തുമെന്നാണ്. അതൊരു വലിയ അത്ഭുതമാണ്. കാരണം ക്രിസ്ത്യാനിസം ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലേക്കും എത്തിയ ഒരു മതമാണ്. ഇപ്പൊ യൂറോപ്യൻ നാടുകളിലാവട്ടെ, ലാറ്റിൻ അമേരിക്കൻ ആവട്ടെ, ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് ഇപ്പൊ ഇന്നും പഴയ സംസ്കാരത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് ചർച്ചുകളാണ്, സെനഗോഗുകളാണ്, വലിയ വലിയ ചർച്ചുകൾ. ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി പോയ ചർച്ചുകൾ, മൈസൂരിലെ ചർച്ച കണ്ടിട്ടില്ലേ? എത്ര മനോഹരമായി, കരിങ്കല്ല് കൊണ്ടൊക്കെ എത്ര മനോഹരമാക്കി ഉണ്ടാക്കി വെച്ച ചർച്ചകൾ ഒരുപാട്. നമ്മുടെ അടുത്തുള്ള ജോർജിയ അല്ലെങ്കിൽ അർമീനിയ, റഷ്യന്റെ ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്ര മനോഹരമായ, വളരെ മനോഹരമായ കത്തീഡ്രലുകൾ, വളരെ ഭംഗിയുള്ളത്. ഇപ്പൊ യൂറോപ്പിലൊക്കെ നടന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും. എല്ലായിടത്തും ക്രിസ്തുവിശ്വാസം എത്തി എന്നാണ്. നമ്മുടെ നാടുകളിലും എത്തി. നമ്മുടെ കൊടുങ്ങല്ലൂർ
അഴീക്കോട് ജെട്ടിയുടെ ഭാഗത്തുണ്ട്. അവിടെ ആരാ ഉള്ളത്? ഒരു ക്രിസ്ത്യാനിയായ സെന്റ് തോമസ് അല്ലേ? സെന്റ് തോമസ് ചർച്ചുണ്ട്. അവിടെ പോയിരുന്നു അത് കാണാൻ വേണ്ടി. ആ പുഴന്റെ വക്കിലൂടെ ഇങ്ങനെ നടന്നു പോയാൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഈസ നബിയുടെ അപ്പോസ്തലനാണെന്നൊക്കെ പറയുന്നത്. അല്ലാഹു അലം. ഏതായാലും ഈസ നബി അലൈഹിസ്സലാമിന്റെ ഈ സന്ദേശം ലോകത്തെല്ലായിടത്തും എത്തും. ഈസ നബി വന്നത് എന്തിനാ? എനിക്ക് ശേഷം വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് പരിചയപ്പെടുത്താൻ. അതാണ് അത്ഭുതം. അപ്പൊ ഈസ നബിയുടെ മെസ്സേജ് എല്ലായിടത്തും എത്തിയാൽ ഈസ നബി എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന മെസ്സേജും എത്തണം. അത് ചിലരൊക്കെ മറച്ചു പിടിച്ചു എന്ന് മാത്രം. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദൗത്യം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തണം. അതിനാണ് അവരെ അൽ മസീഹാക്കി മാറ്റിയത് അല്ലാഹു തആല. മറ്റു നബിമാരെ പോലെയല്ല, എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ഈസ നബിയുടെ മെസ്സേജ്. ഈസ നബി ആണെങ്കിലോ മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഞാൻ എന്റെ മുമ്പ് കഴിഞ്ഞു പോയ കിതാബ് തൗറാത്ത് സത്യമാണെന്ന് പഠിപ്പിക്കാൻ വന്ന നബിയാണ്. എന്റെ ശേഷം വരാൻ പോകുന്ന അഹ്മദ് റസൂൽ, അത് മുഹമ്മദ് നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അഹ്മദ് മുഹമ്മദ് എന്നും പേര് വ്യത്യാസത്തിന്റെ കാരണം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വരുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാനും വന്ന നബിയാണ്. അപ്പൊ നമ്മുടെ നബി തങ്ങൾ വരുന്നുണ്ട് എന്ന വിശേഷം ഈസ നബിയുടെ ദൗത്യത്താൽ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞു. ആ പ്രചരണത്തിനാണ് ഈസ നബി അല്ലാഹു മസീഹാക്കിയത്. അപ്പോ മറിയം ബി പറയാണ്, യൂസുഫെ, എന്റെ വയറ്റിലിരിക്കുന്ന ഈ കുഞ്ഞ്, ആ കുഞ്ഞിന്റെ പേര് അൽ മസീഹ് ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലും നാളെ ആഖിറത്തിലും നല്ല സൽകീർത്തിയുള്ള സൽപേരുള്ള ആളായിരിക്കും. വമിനൽ മുഖറബീൻ, അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ ഏറ്റവും അടുത്തിരിക്കുന്ന അമ്പിയാക്കന്മാരിൽപ്പെട്ട ആളുമാണ്. വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി, തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിൽ ജനങ്ങളോട് എന്റെ മോൻ സംസാരിക്കും. ഇതൊക്കെ മറിയം ബീവി ആദ്യം പറഞ്ഞു കൊടുത്തു. അങ്ങനത്തെ കുഞ്ഞാണിത്. ഒരു വിത്തില്ലാതെ ചെടിയുണ്ടാകുമോ, ഒരു പുരുഷനില്ലാതെ ഒരു കുഞ്ഞുണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, എന്നാ മറിയമേ നിങ്ങളൊന്ന് സത്യം പറഞ്ഞതാ, എന്താണ് ഇതിന്റെ പൊരുൾ? അപ്പോഴാണ് മറിയം ബീവി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി, തൊട്ടിലിൽ കിടക്കുന്ന പ്രായം എന്റെ ഈ കുഞ്ഞ് ജനങ്ങളോട് സംസാരിക്കും. വകഹലൻ, മധ്യവയസ്സിലേക്ക് എത്തുന്ന സമയവും എന്റെ മോൻ സംസാരിക്കും ജനങ്ങളോട്. വമിനസ് സ്വാലിഹീൻ, അള്ളാഹുവിന്റെ സദ്വൃത്തരായ അടിമകളിൽപ്പെട്ട ആളാണ് എന്റെ മകൻ. അങ്ങനത്തെ ഒരു മോനെ അള്ളാഹു എനിക്ക് നൽകാൻ പോകുന്നു എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ യൂസുഫ് ഇബ്നു യാഖൂബ് നജ്ജാർ എന്ന ആളോട് പറഞ്ഞു. അവരുടെ കോൺവെർസേഷൻ, അവരുടെ സംഭാഷണം മഹാനായ ഇബ്നു കതീർ തങ്ങൾ അവറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മറിയം ബീവിയുടെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയുടെ സഹോദരിയാണ് സക്കരിയ ബീവിയുടെ ഭാര്യ എലിസബത്ത്. യാസോബാത്ത് അല്ലെ, എലിസബത്ത്. മറിയം ബീവിക്ക് തന്നെ ഒരു സഹോദരി ഉണ്ടായിരുന്നു എന്നും മുഫസ്സിരീങ്ങൾ പറഞ്ഞു കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇമ്രാൻ എന്നവരുടെ മറ്റൊരു ഭാര്യയിൽ നിന്നുണ്ടായതാകാം. ഹന്ന ബീവിയുടെ മകൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. മറിയം ബീവിയുടെ സഹോദരി ഉണ്ടായിരുന്നു എന്നും ഇബ്നു കസീർ തങ്ങൾ പറയുമ്പോൾ എപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. ഒന്നുകിൽ മറിയം ബീവിയുടെ സഹോദരി ഭർത്താവ്, അല്ലെങ്കിൽ മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവ് സക്കരിയ അലൈഹിസ്സലാം, അങ്ങനെയാണ് പറഞ്ഞു കാണുന്നത്. ഇരിക്കട്ടെ. അപ്പോ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ എലിസബത്ത് അൽ യാസ്വാബാത്ത് മഹദി ഗർഭം ധരിച്ചു. ആരെ? യഹ്യ നബി അലൈഹിസ്സലാമിനെ. യഹ്യ നബി ഗർഭത്തിലിരിക്കുമ്പോഴേ മറിയം ബീവിക്കും ഗർഭമുണ്ട്. അപ്പോ മറിയം ബീവി അവരുടെ അരികത്തേക്ക് ചെന്നു. യഹ്യ അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ അരികത്തേക്ക്, തന്റെ ഉമ്മയുടെ സഹോദരിയുടെ അരികത്തേക്ക് ചെന്നു. അപ്പോ യഹ്യ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ എലിസബത്ത് പറഞ്ഞു, അശഅർതി അന്നി ഹുബ്ല, എനിക്ക് ഗർഭമുണ്ട് എന്ന് നീ അറിഞ്ഞോ? വിശേഷമുണ്ട്, സന്തോഷം പറയില്ലേ? കാരണം ഒരുപാട് പ്രായമായിട്ടും വളരെ വളരെ തലമുടി പോലും നരച്ച് എല്ലുകൾ ദുർബലമായ ഒരു സമയത്താണ് വമ്രഅതി ആഖിർ, ഒരിക്കലും പ്രസവിക്കാനിടയില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ഗർഭമുണ്ടായി എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം നീ അറിഞ്ഞോ? എനിക്ക് വിശേഷമുണ്ട്. അപ്പൊ മറിയം ബീവി പറഞ്ഞു, എനിക്ക് വിശേഷമുണ്ട്, നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അതെയോ? രണ്ടുപേരും കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. അപ്പോഴാണ് എലിസബത്ത് പറയുന്നത്, മറിയമേ, ഇന്നി അറാ മാ ഫീ ബത്നി യസ്ജുദു ലിമാ ഫീ ബത്നിക്, എന്റെ വയറ്റിലിരിക്കുന്ന ഈ കുഞ്ഞ്
നിന്റെ വയറ്റിലിരിക്കുന്ന ആ കുഞ്ഞിന് അഭിമുഖമായി സുജൂദ് ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും ഫീൽ ചെയ്യുന്നു, നിങ്ങളുടെ ഗർഭത്തിലിരിക്കുന്ന ആ കുഞ്ഞിനോട് എന്റെ കുഞ്ഞ് സുജൂദ് ചെയ്യുന്ന പോലെ. അതാണ് മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്. കാരണം അവിടെ മുൻ സമുദായങ്ങളിൽ സുജൂദ് അഭിസംബോധനയുടെ ഭാഗമായി, ബഹുമാനത്തിന്റെ ഭാഗമായി നമ്മുടെ മുമ്പുള്ള ശരീഅത്തുകൾ സുജൂദ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ നമുക്കത് പാടില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ മലക്കുകളോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ, അത് സുജൂദ് ഇഹ്തിറാമിൻ, ബഹുമാനത്തിന്റെ സുജൂദാണ്. എന്ന പോലെ ബഹുമാനിച്ചുകൊണ്ട് എന്റെ വയറ്റിലിരിക്കുന്ന കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞിനെ സുജൂദ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് മറിയമേ എന്ന് മറിയം ബീവിയോട് സക്കരിയ നബിയുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം വളരെ വിശദമായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് കാരണം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറാ ദാലിക ലിതഫ്ളീൽ ഈസ അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ യഹ്യ നബിയെക്കാളും ഈസ നബി അലൈഹിസ്സലാമാണ് സ്ഥാനമുള്ളവര് എന്നറിയിക്കാനാണ് ആ കുഞ്ഞിന് ജന്മം എടുക്കുന്ന സമയം തന്നെ ആ സുജൂദിന്റെ അവസ്ഥകൾ കാണപ്പെടാൻ കാരണം. മഹാനായ ഈസ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഈസ നബി അലൈഹിസ്സലാം വെള്ളപ്പാണ്ട് രോഗവും കുഷ്ഠരോഗവും ശിഫയാവാനുള്ള കാരണമായിരുന്നു മഹാനായ ഈസ നബി അലൈഹിസ്സലാം. അത്രയും വലിയ മുഅ്ജിസത്തുള്ള ആളല്ലേ, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന അത്രയും വലിയ മുഅ്ജിസത്ത് അല്ലാഹു ആക്ക് നൽകിയിട്ടുണ്ട് സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാം. അത് കണ്ടപ്പോഴാണ് ക്രിസ്ത്യാനികൾ മരിച്ചവരെ ജീവിപ്പിക്കണമെങ്കിൽ ദൈവമാവണ്ടയോ? ഈസ നബി അവിടെ പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ അനുമതിയോടുകൂടെ, അള്ളാഹുവിന്റെ ബൈ ദ പെർമിഷൻ ഓഫ് അള്ളാഹ്, അള്ളാഹു അനുവദിച്ചതുകൊണ്ട്, റബ്ബ് തന്നതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയും. ആ വാക്കുകൊണ്ട് മാറ്റിവെച്ചാൽ ദിവ്യത്വം ആരോപിക്കേണ്ടി വരും. അതാണ് അവിടെ സംഭവിച്ചത്. ഈസ നബി അലൈഹിസ്സലാം മരിച്ചവർക്ക് ജന്മം കൊടുത്തത്, മരിച്ചവരെ ജീവിപ്പിച്ചത് ഈസ നബി അലൈഹിസ്സലാമിന്റെ സ്വന്തമായൊരു സിദ്ധിയോ ദിവ്യത്വമോ അല്ല, പിന്നെയോ അള്ളാഹു നൽകിയ മുഅ്ജിസത്താണ്. അന്ന് ഒരുപാട് ചികിത്സയുടെ കാലമായിരുന്നു. ഈസ നബിയുടെ കാലം മരുന്നുകൾ കണ്ടെത്തുന്ന കാലമാണ്. പക്ഷെ മരുന്നില്ലാത്ത വിഷയം, ഒന്ന് മരണം, പിന്നെ ഈ വെള്ളപ്പാണ്ടും കുഷ്ഠരോഗത്തിനും അന്ധതക്കും എന്നവർക്ക് മരുന്നില്ല. ഇന്നും മരുന്ന് ഇന്നും എത്രയോ അസുഖങ്ങൾ കാര്യമായിട്ട് ഇപ്പൊ ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞ് ജലദോഷം പനിക്കുന്നല്ലേ ഉള്ളൂ അല്ലെ. വേറെ എത്ര അസുഖങ്ങൾ അങ്ങനെ കുടിച്ച് ഒരു തോഫി കൊണ്ട് മാറിപ്പോവാനാണ്. ഡോക്ടർമാരും തന്നെ അത്ഭുതപ്പെടുകയാണ്, എന്തിനാ ഇപ്പൊ മരുന്ന് എഴുതുക. നമ്മൾ എത്ര അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാലും പല അസുഖങ്ങൾക്കും കാര്യമായ മരുന്ന്. ഓരോ ശരീരവും ഓരോ രീതിയിലാണ്. അതല്ല അത്ഭുതം. ഓരോ ശരീരവും മരുന്നിനെ റെസ്പോണ്ട് ചെയ്യുന്നത് ആ ശരീരത്തിലെ കൊളസ്ട്രോളും പ്രഷറും ഷുഗറിന്റെയും വേരിയേഷൻസ്, അയാളുടെ ബ്ലഡിന്റെ പ്രത്യേകത, ഇതിനൊക്കെ അനുസരിച്ചുള്ളൊരു മരുന്ന് വേണ്ടേ? മരുന്ന് ആ ലോകം ഇന്നും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഒരുപാട് ഡെവലപ്പ് ആയി വരേണ്ട ഒരു ഭാഗമാണ്. ഖുർആൻ തന്നെ പറഞ്ഞു, മനുഷ്യ ശരീരമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്റെ ദൃഷ്ടാന്തമായി മാറാൻ പോകുന്നത് അല്ലെ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നിങ്ങൾക്ക് ഞാൻ ചക്രവാള സീമകളിൽ, പ്രപഞ്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരും അല്ലെ. പിന്നെ ഇവിടെ വഫീ അൻഫുസിഹിം, അവരുടെ ശരീരത്തിൽ തന്നെയും എന്ന് പറഞ്ഞാൽ ശരീരശാസ്ത്രം അത് ഏറ്റവും കൂടുതൽ ഡെവലപ്പായി വരിക. ഇപ്പൊ മെഡിസിൻ, ഡോക്ടറായി പഠിക്കുന്ന മക്കളൊക്കെ മെഡിസിൻ, ബയോളജി, ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരത്തിന്റെ ഓരോ അവയവത്തിന്റെ അകത്ത് കിടക്കുന്ന വളരെ മൈന്യൂട്ട് ഫങ്ഷൻസ്, വളരെ അത്ഭുതമല്ലേ. എങ്ങനെയാണ് നമ്മൾ ഈ ഗുളികണ കഴിക്കുമ്പോഴേക്കും ഇവിടെ കിടക്കുന്ന ഞരമ്പിന് ഈ വയറ്റിലേക്ക് ചെല്ലുന്ന ഗുളിക കൊണ്ട് ശമനം കിട്ടുന്നില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. കാലിന്റെ വിരലിന്റെ അവിടെയാണ് പ്രശ്നം. പക്ഷെ നമ്മൾ ഗുളിക കഴിക്കുന്നു, അത് ഏകദേശം ഈ വയറുവരേക്കല്ലേ എത്തുന്നുള്ളൂ. എന്നാലും സുബ്ഹാനല്ലാഹ് അതിന്റെ ഇഫക്റ്റ് വലിയ അത്ഭുതമാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും വലിയ അത്ഭുതമാണ്. നമ്മുടെ ചോര, രക്തം എന്ന് പറയുന്ന ഭാഗം. അപ്പോ അല്ലാഹു തആല പറയുന്നു, എന്റെ ദൃഷ്ടാന്തം ഞാൻ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചുള്ള പഠനം ഒരുപാട് മുന്നോട്ട് പോകുമെന്നാണ്. ഒരുപാട് മുന്നോട്ട് പോകും. ഇന്ന് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മെഡിക്കൽ കോളേജുകളും പഠനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ, പ്രത്യേകിച്ച് മെഡിസിൻ, നമ്മുടെ ഡോക്ടർമാരാവാൻ പഠിക്കുന്ന മക്കൾ ഒക്കെ വലിയ സേവനമാണ്, വലിയ ത്യാഗമാണ്. വാപ്പാർക്ക് പറഞ്ഞാൽ മതി കുട്ടി ഡോക്ടറാണെന്ന്. എത്ര പഠിക്കണം ഇതിനൊക്കെ, എത്ര പഠിക്കണം, സുബ്ഹാനല്ലാഹ്, എത്ര പഠിക്കണം.
അല്ലെ? +2 പഠിക്കുന്ന മക്കളൊക്കെ എക്സാം ആകുന്ന സമയത്ത് നമ്മൾ എന്ത് തമാശ പറഞ്ഞാലും പിടിക്കൂല. കാരണം തലയിൽ പഠിച്ചവനെ ഫിസിക്സ് തീർന്നിട്ടില്ല, കെമിസ്ട്രി ഭൗതികമായിട്ടുള്ളൂ, ബയോളജി തുടങ്ങിയിട്ടില്ല, മാത്സും അതും ഇതും പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെൻഷനാണ്, ഒരുപാട് ടെൻഷനാണ്. നമുക്ക് ഞെളിഞ്ഞിങ്ങനെ പറയാൻ പറ്റും, എന്റെ മോൻ ഡോക്ടറാണ്, എന്റെ മോൻ എഞ്ചിനീയറാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മക്കളുടെ ത്യാഗം നമ്മളത് റെക്കഗ്നൈസ് ചെയ്യണം. അവരൊരുപാട് പഠിക്കും. ഇന്നത്തെ പാഠ്യപദ്ധതികളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ചിലതൊക്കെ അണ്ണസറിയാണ്, എന്നാൽ പഠിച്ചാലല്ലേ പാസ്സാകാൻ പറ്റുള്ളൂ. ഒരുപാട് പഠിക്കുന്നുണ്ട് നമ്മള്. വിദ്യാർത്ഥികൾ അവരുടെ ഇന്നത്തെ മക്കൾക്ക് തീരെ വിശ്രമമില്ല എന്നാ തോന്നുന്നത്. അധ്യാപകരെക്കാളും കഷ്ടപ്പാടാണ് വിദ്യാർത്ഥികൾക്ക്, അല്ലെ? സ്കൂളിൽ പോകുന്നു, മദ്രസ പോകണം, ട്യൂഷന്, അത് ഇത് എല്ലാം കൂടെ ആയിട്ട് അവർക്ക് തീരെ സമയം, വിശ്രമമില്ലാത്ത ഒരു രീതിയാണ്. അത് സ്കൂളിലേക്ക് ചേർത്താനേ പണിയുള്ളൂ. പിന്നെ അങ്ങ് പോയി എപ്പോഴതൊക്കെ തീരെ. സുബ്ഹാനല്ലാഹ്, ഒരുപാട് കാലം പഠിക്കണ്ടേ. അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് പഠിച്ചാലും നിങ്ങൾക്ക് വളരെ കുറച്ച് എളിമയെ ഞാൻ തന്നിട്ടുള്ളൂ എന്ന് അള്ളാഹു പറയും ചെയ്യാം. അപ്പൊ അള്ളാഹു അത് കൂടുതൽ തരാണെങ്കിൽ എന്തായിരിക്കും എളിമിന്റെ ഒക്കെ അവസ്ഥ? ലോകത്തെ എല്ലാ ലൈബ്രറികളും എടുത്തു വെച്ചാലും ഇതൊക്കെ അള്ളാഹുവിന്റെ എളിമിലേക്ക് നോക്കിയാൽ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്, അനന്തമായ, ഒരിക്കലും വാരിക്കോരി എടുത്താൽ തീരാത്തൊരു സംഭവം ഇതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അത്ഭുതങ്ങൾ ഇനിയും കാണിച്ചുകൊണ്ടിരിക്കും. ഇനിയും നമ്മുടെ ശരീരശാസ്ത്രം, മനുഷ്യന്റെ ബോഡിയെ കുറിച്ചുള്ള പഠനം ഒരുപാട് മുന്നോട്ട് പോകും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലം മരുന്നുകളുടെ കാലമാണ്. അതിനെ അതിജീവിക്കുന്ന മുഅ്ജിസത്താണ് ഈസാ നബിക്ക് കൊടുത്തത്, അല്ലെ? മൂസാ നബിയുടെ കാലത്ത് മാജിക് ആയിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അതിനതിജീവിക്കാനാണ് അല്ലാഹു തആല മൂസാ നബിക്ക് ആ മിറാക്കുലസ്, അത്ഭുതകരമായ ആ ഒരു വടി കൊടുത്തത്, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. നമ്മുടെ നബിയുടെ കാലത്ത് സാഹിത്യമാണ്, അതിനെ മറികടക്കാനാ ഖുർആൻ കൊടുത്തത്. ഓരോ അമ്പിയാഇനും അതത് കാലത്തിനനുസരിച്ചായിരിക്കും അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുക്കുന്നത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെയൊക്കെ അത്ഭുതമുള്ള ആ ഒരു അവസ്ഥയിലാണ് വളരുന്നത്. മറിയം ബീവി പറയുന്നുണ്ട്, ഗർഭത്തിലിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, കുൻതു ഇദാ ഖലൗതു, ഞാൻ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ, ഹദ്ദസനി വകല്ലമനി, എന്റെ മോൻ എന്നോട് സംസാരിക്കും, എന്നോട് വർത്തമാനം പറയും. പക്ഷെ ഞാൻ വഇദാ കുൻതു ബൈനൻ നാസ്, ഞാൻ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി നടന്നാൽ, സബ്ബഹ ഫീ ബത്നി, എന്റെ കുഞ്ഞെന്റെ വയറ്റിലിരുന്ന് തസ്ബീഹ് ചൊല്ലുന്നത് ഞാൻ കേൾക്കുമായിരുന്നുവെന്ന് മറിയം അലൈഹിസ്സലാം. അത്രയും അത്ഭുതമുള്ള ഒരു ജന്മമാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉമ്മയോട് വർത്തമാനം പറയും, ഉമ്മ പേടിയുണ്ടല്ലോ, ഉമ്മ ആളുകൾ കളിയാക്കുന്നുണ്ടോ?